കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ നല്ല പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജോയ്സ് ടി വി എന്ന ഈ ചാനലിലൂടെ ഒരു പ്രാവശ്യം കൂടെ പ്രിയ ദൈവമക്കളെ മുമ്പിലേക്ക് എത്തിച്ചേരുവാൻ കർത്താവ് സാവകാശങ്ങളും സന്ദർഭങ്ങളും ഒരുക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ജീവിതാനുഭവങ്ങൾ പ്രിയ ദൈവമക്കൾക്ക് അനുഗ്രഹമാകുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. തുടർന്നും കർത്താവ് നമ്മെ ആക്കിയിരിക്കുന്നിടങ്ങളിൽ കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതിലൂടെ കടന്നു വരുന്ന ജീവിതാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാകുന്നു. നിങ്ങളുടെ പ്രതികരണങ്ങളിലൂടെ ഞങ്ങൾക്കത് ഗ്രഹിക്കുവാൻ കഴിയുന്നത് ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സഹകരണങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് പകലിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതാനുഭവം ഷെയർ ചെയ്യുവാൻ ഞങ്ങളുടെ ഇടയിൽ കടന്നു വന്നിരിക്കുന്ന അവരുടെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോൺ മാത്യു. കർത്താവിൻ്റെ ദാസനെ വളരെ സ്നേഹത്തോടെ ചാനലിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ജീവിതാനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. കരുണയുള്ള കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ദാസനിലൂടെ ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന ജീവിതാനുഭവങ്ങൾ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ സ്വർഗം കൃപ ചെയ്യണമേ. കർത്തൃകരങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ സാക്ഷ്യം അനേകർക്ക് ആശ്വാസമായി ഭവിക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ, കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള സമയങ്ങൾ ദൈവദാസൻ്റെതാണ്. ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഷെയർ ചെയ്യാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം ഒരുക്കി തന്ന നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ജോയ്സ് ടി വിയിലൂടെ ദൈവം ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യുവാൻ ദൈവം സഹായിച്ചു. പ്രോഗ്രാം എന്ന് പറയുമ്പോൾ വിടുതലിൻ്റെ സാക്ഷ്യങ്ങളും ദൈവത്തിൻ്റെ വചനങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു ചാനലാണല്ലോ. ചാനലിൽ തുടങ്ങുവാനും അതിൻ്റെ പ്രവർത്തനത്തിൽ സജീവമാകുവാനും കർത്താവിൻ്റെ ദാസനും ദാസിക്കും കൊടുത്തതായ ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ നല്ല കാഴ്ചപ്പാടുകൾ, നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഈ സംരംഭം ഇതുവരെ വിജയകരമായി നടക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവ ഉദ്ദേശശുദ്ധികളെ നോക്കുന്ന ദൈവമാണല്ലോ. അപ്പോൾ ആ ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുവാൻ ദൈവം കൃപ ചെയ്തു. ഇതിലൂടെ അനേകർക്ക് ആശ്വാസമേകുന്ന സാക്ഷ്യങ്ങൾ, പലരുടെയും സാക്ഷ്യങ്ങൾ ഇതിലൂടെ ടെലികാസ്റ്റ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അത് അനേകർക്ക് അത് ആശ്വാസവും വിടുതലും അനേകർ അതുമൂലം യേശുവിനെ കണ്ടെത്തുവാനും ഇടയാക്കി തീർത്തിട്ടുണ്ട്. ഇന്നത്തെ പകലിൽ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും ഇവിടെ ഷെയർ ചെയ്യുവാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നു. അത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വിടുതലിനും സന്തോഷത്തിനും കാരണമാകട്ടെ. അനേകർ മാനസാന്തരപ്പെടട്ടെ, അനേകർ യേശുവിനെ അറിയട്ടെ. അതാണ് ഇതിലൂടെയുള്ള ഞങ്ങളുടെ ഉദ്ദേശം. നല്ല ഉദ്ദേശത്തോടു കൂടി ഈ സംരംഭത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ദൈവം ചെയ്ത വിടുതലുകളെക്കുറിച്ച് സാക്ഷ്യമായിട്ട് അല്പമായ സമയം കൊണ്ട് പറഞ്ഞുകൊള്ളാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞാൻ ഈ വിശ്വാസത്തിൽ കടന്നു വരുന്നത് 1992 ജൂലൈ മാസം 16 തീയതിയാണ്. കർത്താവായ യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിപ്പാനിടയായി തീർന്നത്. അതിനൊരു മുഖാന്തരമുണ്ടായി. ഞാൻ ഒരു നായർ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ പേര് രാധാകൃഷ്ണപിള്ള എന്നായിരുന്നു. ഞാൻ അങ്ങനെ വള്ളികുന്നം എന്ന ദേശത്ത്, കറ്റാനം വള്ളികുന്നം എന്ന ദേശത്താണ് ഞാൻ ജനിച്ചു വളർത്തപ്പെടുവാനിടയായത്. എൻ്റെ പപ്പയുടെ വീട് നൂറിനാടാണ്, എൻ്റെ അമ്മയുടെ വീട് വള്ളികുന്നമാണ്. ഇങ്ങനെ രണ്ടിടത്തുമായിട്ട് മാറി മാറിയൊക്കെ താമസിച്ചു. അങ്ങനെ ലോകപരമായിട്ടുള്ള ജീവിതം നയിച്ചു. പല കാര്യങ്ങളാൽ ബിസിനസ് പഠിത്തമെല്ലാം കഴിഞ്ഞ ശേഷം പല ജോലിക്ക് പോയി. അതിനുശേഷമായിട്ട് അവസാനമായിട്ട് ഞങ്ങൾ തിരുവല്ലയിൽ വന്നു. ഞാനും എൻ്റെ 2 കൂട്ടുകാരും ചേർന്ന് വി ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു ബിസിനസ് ആരംഭിച്ചു. അതിലൂടെ ഞങ്ങൾ അനേകരുടെ വീടുകളിൽ അവർക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ ഫ്രീ സമയങ്ങളിൽ കാറ്ററിംഗ് സർവീസ് കാര്യങ്ങൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾ ഏർപ്പെട്ടു. ദൈവം അതിലൂടെയൊക്കെ തന്ന സാമ്പത്തികം കൊണ്ട് ഞങ്ങൾ ജീവിച്ചു. എന്നാൽ ഞങ്ങളുടെ ബിസിനസ് വർദ്ധിച്ചു വന്നു. വളരെ കസ്റ്റമേഴ്സ് കൂടി വന്നു. അങ്ങനെയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് അസൂയാലുക്കളും ശത്രുക്കളും ഒക്കെ
ഉണ്ടാകുവാനിടയായി തീർന്നു. പിന്നീടാണ് അതെല്ലാം അറിഞ്ഞത്. അങ്ങനെ ഇരിക്കവേ 1992 ജൂലൈ മാസം 9-ാം തീയതി രാത്രിയിൽ ഞങ്ങളുടെ ബിസിനസ് എല്ലാം കഴിഞ്ഞ ശേഷമുള്ള കളക്ഷനൊക്കെ എടുത്ത് എണ്ണി ഒരു കവറിനകത്ത് കെട്ടി ഞങ്ങൾ അന്നത്തെ ബാറാകുന്ന തിലകിൽ ഹോട്ടൽ തിലകിൽ എന്ന ബാറിൽ കയറി അല്പം മദ്യപാനമൊക്കെ കഴിച്ച് ഇച്ചിരി മദ്യപിച്ച ശേഷമായിട്ട് ഒരു ഞങ്ങൾ സിഗരറ്റൊക്കെ ഞാനും എൻ്റെ അന്ന് നല്ല ചാറ്റൽ മഴയുണ്ട്, ജൂലൈ മാസമാണല്ലോ. ചാറ്റൽ മഴയിൽ ഞാനും എൻ്റെ രണ്ടുപേരും കൂടെ 3 പേരും കൂടെ ഞങ്ങളുടെ താമസ സ്ഥലമാണ് റെയിൽവേ സ്റ്റേഷനടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെയാണ് ഞങ്ങളുടെ ക്വാർട്ടേഴ്സ്. അവിടോട്ട് പോവുകയാണ്. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് പോകുന്ന സമയത്ത് ചിലങ്ക തിയേറ്ററിൻ്റെ അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് റോഡിൽ കറണ്ട് എങ്ങുമില്ല. ആ തിയേറ്ററിൽ മാത്രമേ ജനറേറ്ററിൻ്റെ സഹായത്താൽ അവിടെ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആ വെളിച്ചമേ ഉള്ളൂ. മറ്റ് റോഡിലെ വീടുകളിലൊന്നും കറണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ആ പാതയിൽ പെട്ടെന്ന് തിരുവല്ല തിയേറ്ററിൻ്റെ സൈഡിൽ ലോറികൾ വെളുപ്പിനെ മണൽ വരാൻ കൊണ്ട് നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലോറിയുടെ സൈഡെത്തി അവിടെ എത്തിയപ്പോൾ നല്ല ഇരുട്ടാണ്, ഒന്നും കാണത്തില്ല. പരസ്പരം കൂട്ടിയിടിച്ചാൽ പോലും കാണാത്ത പോലെ കൂരി ഇരുട്ടായിരുന്നു. രാത്രി 11:30 മണി കഴിഞ്ഞ സമയം കൂടെയാണ് എന്നുള്ളതും ഓർക്കുക. ആ സമയത്ത് ഞങ്ങൾ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു അലർച്ച പോലെ കേൾക്കുവാനിടയായി. എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ വലതുവശത്ത് നിന്ന കൂട്ടുകാരൻ, അദ്ദേഹം കണ്ണൂർക്കാരനാണ്. അദ്ദേഹത്തിന് നമ്മുടെ ഭാഷകൾ അല്പം പ്രയാസമുണ്ട് പിടിച്ചെടുക്കാൻ. അപ്പോൾ അദ്ദേഹം അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ഓടുവാനിടയായി തീർന്നു. എങ്ങോട്ടാ ഓടിയത്, എന്താ സംഭവിച്ചെന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഒരു രൂപം, ഒരു വലിയ എന്തോ ഒരു സംഗതി പൊങ്ങിത്താഴുന്ന പോലെ കണ്ടു. എൻ്റെ ഇടത്ത് സൈഡിൽ നിന്ന കൂട്ടുകാരൻ വള്ളംകുളത്തുള്ളതായ ഒരു കൂട്ടുകാരനാണ്. അദ്ദേഹം പെട്ടെന്ന് അതിനെ പിടിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിലോട്ട് ഈ പൊങ്ങിത്താഴുന്ന സംഗതി വരുന്നത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അദ്ദേഹം വള്ളംകുളത്തുള്ള എൻ്റെ കൂട്ടുകാരനെ തള്ളി മാറ്റിയിട്ട് ഞാൻ ഇടത് കൈ കൊണ്ട് ആ സംഗതി പിടിക്കാനിടയായി. വടിയാണെന്ന് വിചാരിച്ചാ പിടിച്ച് ഞങ്ങൾ അലറി കൂവുകയാണ്. കാരണം രാത്രിയിൽ തിരുവല്ല പട്ടണമാണ്, അവിടെങ്ങും ആരും അങ്ങനെ ഇറങ്ങി വരത്തില്ല. എത്ര വിളിച്ചു കൂവിയാൽ അതെല്ലാ സംഭവങ്ങൾ അവിടെ നടക്കാറുണ്ട്. അങ്ങനെയുള്ളതായ ആ സാഹചര്യത്തിൽ ഞങ്ങൾ വിളിച്ചു കൂവിയാൽ ആരും വരുന്നില്ല. പക്ഷേ ഞാൻ ഈ ആയുധത്തെ ഈ കമ്പെന്ന് കരുതി ഞാൻ പിടിച്ചതിനെ ഞങ്ങൾ വിളിച്ചു ബഹളം വെച്ചപ്പോൾ ഈ വെട്ടാമെന്നവൻ അല്ലെങ്കിൽ ഈ കമ്പ് കൊണ്ട് ഓങ്ങാമെന്നവനും വിളിച്ചു പോവുകയാണ്. അയ്യോ അയ്യോ എന്ന് വിളിച്ചു പോയിട്ട് വലിച്ചു ഊരിക്കൊണ്ട് ഓടുവാനിടയായി തീർന്നു. അപ്പോൾ എൻ്റെ കക്ഷത്താണ് പണം പൊതിയിരിക്കുന്നത്. ഏകദേശം അന്നത്തെ കളക്ഷൻ മുഴുവനും ഉണ്ട്. അത് പ്ലാസ്റ്റിക് അവർ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് അത് താഴെ വീഴും. അതെടുക്കാനുള്ള മനോഭാവം വന്നവൻ കാണിച്ചില്ല. അപ്പോൾ ഞങ്ങളും ഈ രൂപത്തിന്റെ കൂടെ പുറകെ ഓടിയപ്പോൾ ജനറേറ്ററിന്റെ വെളിച്ചത്തിൽ അത് അങ്ങോട്ട് ഓടി മറയുന്നതായിട്ട് കണ്ടു. ഞങ്ങൾ കല്ലൊക്കെ എടുത്ത് എറിഞ്ഞെങ്കിലും പിന്നീട് കണ്ടില്ല. പിന്നീട് ഈ പണപ്പൊതി ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ പണപ്പൊതി അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അതല്ലായിരുന്നു ലക്ഷ്യം. എന്താ ലക്ഷ്യമെന്ന് അറിയത്തില്ല. ആള് മാറിയതാണോ ഇനി ഒന്നും അറിയത്തില്ല. എങ്കിലും ഞങ്ങളുടെ ബിസിനസ്സിനോടുള്ളത് അസൂയ കൊണ്ട് ആരെങ്കിലും ഞങ്ങളെ ഉപദ്രവിക്കാൻ ആളെ നിർത്തിയതാണോ എന്നും അറിയത്തില്ല. എങ്കിലും ഞങ്ങൾ രണ്ടുപേരും ചിലക്ക തിയേറ്ററിന്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് സെക്യൂരിറ്റി ഓടി വന്ന് പറയുകയാണ്, ദേ രക്തം വരുന്നത്. അപ്പോൾ വലതുവശത്ത്, എൻ്റെ വലതു കൈയുടെ വശത്താണ് ഒരു വെട്ടേറ്റത്. അത് വടിവാളായിരുന്നു അന്നേരം മനസ്സിലായത്. ഈ ശബ്ദം കേട്ടാണ് എൻ്റെ കൂട്ടുകാരൻ, വലത്തിൽ നിന്ന് കണ്ണൂർക്കാരൻ കൂട്ടുകാരൻ ഓടിപ്പോകുവാനിടയായി. അവൻ ഓടിച്ചെന്നൊരു വീടിന്റെ ഗേറ്റിൽ ചെന്ന് തുറക്കാൻ നോക്കിയതാണ്. അവിടെ ഒരു ശൂലം പോലെ ഉള്ള സാധനം മുകളിലോട്ടുണ്ടായിരുന്നു. അതിനകത്ത് കൈ കുടുങ്ങിയിട്ട് അവിടെ തൂങ്ങിക്കിടക്കുക. അങ്ങനെ ആ വീട്ടുകാരൻ ഇറങ്ങി വന്ന് ബഹളമൊക്കെ ഉണ്ടാക്കിയപ്പോൾ അയാൾ സത്യം പറഞ്ഞപ്പോൾ അവന് ഞങ്ങളെ പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹം മനസ്സിലാക്കി. പെട്ടെന്ന് അത് കൈ കുടുങ്ങിപ്പോയതാണ്. വലിച്ചൂരിയെടുക്കുക, അല്ലാതെ രക്ഷയില്ലല്ലോ. അപ്പോൾ കുറച്ച് മാംസവും കുറച്ച് ഞരമ്പുകളൊക്കെ മുറിഞ്ഞ് ബ്ലഡൊക്കെ ഒരുപാട് ഒഴുകുവാനിടയായി. അവനെയും കൂട്ടി ഞാനങ്ങൾ ഹോസ്പിറ്റലിന്റെ തിയേറ്ററിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആ തിയേറ്ററുകാരൻ സെക്യൂരിറ്റി പറ്റേ ഇവിടെയും മുറിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ വലത് കൈ വെട്ടി മാറിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും മുറിഞ്ഞിരിക്കുകയാണ്. എൻ്റെ കൈ നിങ്ങൾക്ക് കാണാം. ഇവിടം വരെ മുറിവായിരുന്നു. രണ്ടായിട്ട് ചക്ക വെട്ടി കീറുന്നത് പോലെ കീറിപ്പോകുവാനിടയായി തീർന്നു. പൊളർന്നു കിടക്കുകയാണ്. അങ്ങനെ അവിടുന്ന് ഒരു ഓട്ടോക്കാരൻ വന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വേണ്ട, പേടിയായിപ്പോയി. ഓട്ടോയിൽ കയറാൻ പേടി. ഓട്ടോയിൽ ഇനിയും അക്രമികളെ വല്ലതും ആണല്ലോ. അതുകൊണ്ട് അവിടുന്ന് നടന്നു സായിപ്പിന്റെ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ വരെ നടന്ന് എന്നെ അവിടെ എത്തിച്ചു. അവിടെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചു. പ്രാഥമികമായിട്ടൊന്നും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഡോക്ടർ വരണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നേഴ്സുമാർ.
നേഴ്സുമാർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു. അവർ പെട്ടെന്ന് തന്നെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അവർ ഏതാണ്ട് കുറേ സമയമെടുത്തു, ഒരു 6-6.5 മണിക്കൂർ അവരെടുത്ത് കാണും. ഈ കയ്യിലെ ഞരമ്പുകളെല്ലാം കൂട്ടി തന്നെ കൂട്ടി 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 കെട്ടി, അങ്ങനത്തെ ഇവിടെ എല്ലാം തയ്ച്ച് വെച്ച്, പഞ്ഞി വെച്ച്, പാരീസൊക്കെ ഇങ്ങനെ വെച്ച്, കൈ ഇങ്ങനെ വെച്ച് എന്നെ റൂമിലോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഈ കൈയും പ്ലാസ്റ്റർ ചെയ്തു. കൈ കെട്ടി വെച്ചിട്ട് എന്നെ റൂമിൽ അവിടുത്തെ ജനറൽ വാർഡിൽ കൊണ്ടുവന്ന് എന്നെ അവിടെ അഡ്മിറ്റാക്കി. അങ്ങനെ കിടക്കുമ്പോൾ ഈ കൈ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് ഇടുന്ന കമ്പിയിൽ കെട്ടിവെച്ചിരിക്കുന്നു. ഈ കൈ കട്ടിലിനോട് ചേർത്ത് കെട്ടിവെച്ചിരിക്കുന്നു. എൻ്റെ കാലേ കൂടെയും 2 കാലേ കൂടെയും ഒന്ന് ബ്ലഡും ഒന്ന് ഗ്ലൂക്കോസും കയറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ, സാഹിബിൻ്റെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ 3 ദിവസം എനിക്ക് ബോധമില്ലാത്തൊരവസ്ഥയായിരുന്നു. കാരണം ഈ ഇതെല്ലാം കൂടെ, മയക്കുമരുന്നെല്ലാം കൂടെ അവർ കുത്തിവെച്ചിട്ടാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് ഒരു സുവിശേഷകനെയാണ്. ഒരു സുവിശേഷകൻ വന്നിട്ട് എന്നോട് സുവിശേഷം പറയുന്നു. 100-200 പരം സുവിശേഷകന്മാർ. അതുപോലെ തന്നെ നമ്മുടെ മഞ്ചാടിയിലുള്ളതായ ഗോസ്പൽ ഫോർ ഏഷ്യയുടെ അന്നത്തെ കാലഘട്ടത്തിൽ KP യോഹന്നാൻ സാറിൻ്റെതായ ആ സ്ഥാപനത്തിൽ നിന്നുള്ളതായ ജോലിക്കാർ എനിക്ക് പരിചയമുള്ളവരാണ്. ഞങ്ങൾ അവരുടെയൊക്കെ വീടുകൾ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാറുള്ളത് കൊണ്ട്, പരിചയമുള്ളത് കൊണ്ട് അവരും എന്നെ കാണാൻ വന്നിട്ട് എന്നോട് സുവിശേഷം പറയുന്നുണ്ട്. യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ്, ഇതൊരു മുഖാന്തരമാണ്, യേശുവിനെ വിളിക്കാനുള്ള മുഖാന്തരമാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് അന്നേരം ഒന്നും അതൊന്നും വിശ്വാസം വന്നില്ല. കാരണം ഞാൻ വിശ്വസിച്ചിരിക്കുന്നതായ, ഞാൻ ജനിച്ചതായ മത ആചാരങ്ങൾ അത് എന്നെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിലും ഞാൻ അവിടെ കിടന്നു. ഒരു ദിവസം കിടന്നു, സുവിശേഷം കേട്ടു. അന്നത്തെ ദിവസം 2ാമത്തെ ദിവസം കിടന്നു, 3ാമത്തെ ദിവസം കിടന്നു. അങ്ങനെ 10ാമത്തെ അതൊരു 10 ദിവസം കിടന്നപ്പോൾ 9ാമത്തെ ദിവസത്തിൻ്റെ പകലിൽ ഞാൻ അതിൻ്റെ, അതായത് 9-ാം തീയതി എന്നെ കൊണ്ടുപോയി, 10-ാം തീയതി അവിടെ അഡ്മിറ്റാക്കി. ഞാൻ 10-ാം തീയതി കഴിഞ്ഞിട്ട് 10-ാം തീയതി മുതൽ 10 ദിവസം ഇങ്ങനെ ഇങ്ങോട്ട് എണ്ണി വന്നാൽ 10 ദിവസം. 10 ദിവസത്തിൻ്റെ 9ാമത്തെ ദിവസം പകല് പ്രഭാതത്തിൽ എന്നും രാവിലെയും വൈകിട്ടും അദ്ദേഹം ഹോസ്പിറ്റലിൽ വന്നിട്ട് പോകത്തുള്ളൂ. എൻ്റെ അടുത്ത് വന്നിട്ടില്ല. പക്ഷെ അന്നാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വന്നത്. എന്നോട് അന്ന് വൈകിട്ടാണ് അദ്ദേഹം വന്നത് കേട്ടോ. വൈകിട്ട് 5 മണി കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞാൽ വന്നത്. അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം രാവിലെയും ഹോസ്പിറ്റലിൽ കയറി സുവിശേഷം പറയും, ട്രാക്ട് കൊടുക്കും. വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തും സുവിശേഷം പറയും, ട്രാക്ട് കൊടുക്കും. പെന്തിക്കോസുകാരനല്ല, മർത്തോമ്മക്കാരനാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്ന് അങ്ങനെ ചെയ്യുകയാണ്. പ്രായമാണ്, റിട്ടയർഡ് ആകാൻ സമയമായി വരുന്നു. എങ്കിലും അദ്ദേഹം അത് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്ന്, അന്ന് വൈകിട്ട് 5 മണിക്ക് അന്ന് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വന്ന് എന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി സുവിശേഷകനാണെന്ന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നോട് സുവിശേഷം ഒന്നും പറയണ്ട, ഞാനിന്ന് രാത്രി എൻ്റെ ജീവിതം അവസാനിപ്പിക്കാനിരിക്കുക. എന്താ കാരണമെന്ന് ചോദിച്ചു. കാരണം ചോദിച്ചപ്പോൾ ഡോക്ടർ ഇന്ന് രാവിലെ റൗണ്ട്സ് വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ കൈ നോക്കിയിട്ട് പറഞ്ഞു, കൈക്ക് നീ വിടുതൽ കാണുമോ തോന്നില്ല. ഞങ്ങൾ 22 ദിവസമാണ് കൽപ്പിച്ച് ഞങ്ങളുടെ വൈദ്യശാസ്ത്രം വെച്ചിരിക്കുന്ന ദിവസം. പക്ഷേ ഇതിനി നിവരുമോ എന്നറിയത്തില്ല, ഈ വിരലിങ്ങനെ അങ്ങ് മടങ്ങിപ്പോയി. അപ്പോൾ ഇതിനി നിവരുന്ന കാര്യം പാടാണ്. അതുപോലെ തന്നെ ഈ കൈ മടങ്ങുകയോ നിവരുകയോ ചെയ്യത്തില്ല, ഈ കൈ ഇങ്ങനെ ഇരിക്കുകയുള്ളെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല, എത്ര ഡിസ്ചാർജ് ചെയ്തുതരാം, അത് കഴിഞ്ഞ് വീട്ടിൽ പോയി വിശ്രമിക്കുക, ചിലപ്പോൾ അങ്ങ് മരുന്നൊക്കെ കഴിച്ചല്ലെങ്കിൽ വേറെ തൈലമൊക്കെ പെട്ട് എങ്ങനെയൊക്കെ അങ്ങ് മാറുമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും, ഒരാളുടെ സഹായം ആവശ്യമായിരിക്കും എന്ന് കരുതും. അങ്ങനെയൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ നിരാശയും വേദനയും ഭാരമൊക്കെ തോന്നി. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ഞാൻ ചിന്തിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു 5 മണിയായപ്പോഴാണ് ഇദ്ദേഹം കടന്നു വന്ന് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തിരുന്നു, ഇന്ന് രാത്രിയിൽ 11:30 കഴിയുമ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഇറങ്ങി പുറപ്പെടും. എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞ് കെട്ടെല്ലാം അഴിച്ചു വെക്കണം, ഞാൻ രാത്രി പോകും, എനിക്ക് കുറച്ച് പൈസ ഒരാൾ നമ്മുടെ കമ്പനിയിലോട്ട് കടം വാങ്ങിച്ചുകൊണ്ട് പോയതാ, അത് ഞാൻ തരാനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രാത്രി പോയെങ്കിൽ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് ഞാനിന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഈ അവസ്ഥയെ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഇപ്പം പോയില്ലെങ്കിൽ നമുക്ക് കാശ് കിട്ടത്തില്ല, ഹോസ്പിറ്റലിൽ ചിലവിനൊക്കെ കാശ് വേണ്ടേ. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവൻ കെട്ടഴിക്കാന്നൊക്കെ പറഞ്ഞു. പ്രസന്നൻ, വള്ളംകുളം പ്രസന്നനാണ്, പ്രസന്നകുമാർ എന്നാണ് പേര്, വള്ളംകുളത്തുള്ളതാണ്. അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട്. മറ്റേ പയ്യൻ അപ്പുറത്തെ ബെഡിൽ ചികിത്സയിൽ കിടക്കുകയാണ്.
അപ്പോൾ ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനമായിട്ട് ഞങ്ങൾ പലരെ അറിയാവുന്നവരായതുകൊണ്ട് തിരുവല്ലയിലുള്ള പലരും ഞങ്ങളുടെ അടുത്ത് വന്നു. കണ്ടു കെട്ടിട്ടൊക്കെ പോയി. സുവിശേഷകന്മാർ വന്നു, സുവിശേഷം പറയുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഞാനൊരു തീരുമാനമെടുത്തു, ഇന്ന് രാത്രിയിൽ ആത്മഹത്യ ചെയ്യാം. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, രണ്ട് കൈയും ഇനി പ്രയോജനപ്പെടത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രാഥമിക കാര്യത്തിന് പോലും ആവശ്യമാണല്ലോ, ഒരാൾ ആവശ്യമാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എൻ്റെ വീട്ടിൽ പോയാൽ എൻ്റെ അമ്മയും എൻ്റെ സഹോദരിയും, അന്ന് ആ സഹോദരിയുടെ വിവാഹം ഒന്നും കഴിഞ്ഞിട്ടില്ല, എൻ്റെ അമ്മയും ഉണ്ട്. അപ്പോൾ അവരൊക്കെ കുറേ നാൾ നോക്കും. അത് കഴിയുമ്പോൾ എന്നെ അവരെന്ത് ചെയ്യും, അവരുടേതായ കാര്യങ്ങൾ വരുമ്പോൾ അവരെന്നെ ഉപേക്ഷിക്കും. ജ്യേഷ്ഠൻ കുറേ നാൾ നോക്കും, പിന്നെ ഉപേക്ഷിക്കും. പിന്നെ ബന്ധുക്കാർ, സ്വന്തക്കാർ, എല്ലാവരും, കൂട്ടുകാരെല്ലാവരും തന്നെ കുറേ നാളൊക്കെ നോക്കും. അത് കഴിയുമ്പോൾ അവരുടേതായ കാര്യങ്ങൾ വരുമ്പോൾ അവർ പോകും. പിന്നെ ഞാൻ ഒറ്റപ്പെടും. ഞാൻ ഈ രണ്ട് കൈയും വയ്യാത്തവനായി ഞാൻ എന്ത് ചെയ്യാനാ? അതിൽ നല്ലത് ആർക്കും ഒരു ഭാരമാകണ്ട. അതാണ് മരണത്തെ ചിന്തിക്കാനിടയായത്. കുറ്റപ്പുഴയിലെ ഓവർബ്രിഡ്ജിൻ്റെ അവിടെ ചെല്ലുമ്പോൾ, തിരുവല്ല സ്റ്റേഷനിൽ നിന്ന് സ്റ്റേഷൻ വിട്ട് കഴിയുമ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് നല്ല സ്പീഡാകും. അപ്പം ആ ഓവർബ്രിഡ്ജിൽ നിന്ന് എടുത്തു ചാടിയാൽ എൻ്റെ ജീവിതം ട്രെയിനിൻ്റെ മുന്നിൽ അവസാനിക്കുമല്ലോ, ഒറ്റയടിക്ക് മരണം സംഭവിക്കും. അങ്ങനെ ആട്ടെന്ന് ചിന്തിച്ച് കിടക്കുന്ന ആ രാത്രിയിൽ ഞാൻ പോകുവാന്ന് ആ കൂട്ടുകാരനോടൊക്കെ പറഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ഈ മർത്തോമായിലെ സുവിശേഷകനായ തോമസ് സാർ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്ന അദ്ദേഹം വന്നു, എൻ്റെ അടുത്ത് വന്നു. സുവിശേഷം ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, സുവിശേഷം പറയണ, ഞാൻ മരിക്കാനിരിക്കുമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് പോയി, ഒരു കാര്യം ചെയ്ത്, ഏതായാലും മരിക്കാൻ പോവല്ലേ, മരിക്കുന്നതിന് മുമ്പ് ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന യേശുക്രിസ്തുവിനെ നീ ഒന്ന് വിളിച്ചപേക്ഷിച്ച് നോക്ക്. യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാ. യേശുക്രിസ്തുവിന് കണ്ണ് കാണാം, ചെവി കേൾക്കാം, വായുണ്ട്, സംസാരിക്കും. അതുകൊണ്ട് നീ ഒന്ന് വിളിച്ചു നോക്ക്, ചിലപ്പോൾ സംസാരിക്കും ദൈവം. നിന്നോട് സംസാരിച്ചില്ല, നിനക്ക് സൗഖ്യം കിട്ടുന്നില്ലെങ്കിൽ രാത്രി 12 മണിക്ക് 11:30 പോകാനിരിക്കുന്നത്, അതിന് മുമ്പ് നീ വിളിച്ച്, ചിലപ്പോൾ അതിന് മുമ്പ് യേശു കർത്താവ് വന്നെങ്കിലോ, സൗഖ്യമായെങ്കിലോ. ഒരു കാര്യം ചെയ്യ്, എന്തായാലും അത് ചെയ്യ്, അത് നീ ഒന്ന് വിളിച്ച് നോക്ക്, അങ്ങനെ ഒന്ന് സംസാരിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോയി. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം സെക്യൂരിറ്റിയോടോ നേഴ്സിനോടോ വല്ലതും പറയുന്നുണ്ടോ ശ്രദ്ധിച്ചു. ഞാൻ രാത്രി മരിക്കാൻ പോകാനിരിക്കുന്ന ആളാണ്, അദ്ദേഹത്തെ ശ്രദ്ധിച്ചോണേ എന്നൊക്കെ പറയുന്നുണ്ടോ എന്ന് നോക്കി. പക്ഷെ അദ്ദേഹം ആരോടൊന്നും പറഞ്ഞില്ല, അദ്ദേഹം നേരെ അങ്ങ് പോയി. അപ്പോൾ രാത്രി ഒരു 8 മണി കഴിഞ്ഞു. 8:30 ഞാൻ ആഹാരം അവരെന്തോ ലിക്വിഡ് പോലെ എനിക്ക് വായിക്കാത്ത തരത്തിൽ സിറിഞ്ചി തരികയുള്ളൂ. അതും കഴിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ കിടക്കുക. ഞാനെനിക്ക് നല്ല വണ്ണവും ശരീരമുള്ള ആളായിരുന്നു, ഞാൻ ഇറുക്കിൽ പോലായി. ആ ഒരവസ്ഥയിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് ഒരു 9 മണിയായി കാണും. അപ്പോൾ സമയത്ത് എനിക്ക് ശരീരത്തിന് ഭയങ്കര വേദന, പതിവില്ലാത്ത വേദന ഈ കൈക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എനിക്ക് ഈ പൊട്ടി ഇതങ്ങ് മുറിഞ്ഞിറങ്ങി പോകുന്ന പോലത്തെ വേദന. അങ്ങനെ ഞാൻ കിടന്ന് നിലവിളിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് നേഴ്സിനോട് പറഞ്ഞു. നേഴ്സ് ഓടി വന്ന് നോക്കിയപ്പോൾ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അവർ പിന്നെ ഡോക്ടറോട് ചെന്ന് വിവരം പറഞ്ഞപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു, ഒരു ഇഞ്ചക്ഷനെ കുറിച്ച് കൊടുത്തു. ആ ഇഞ്ചക്ഷൻ എനിക്ക് ചെയ്യുവാനിടയായി തീർന്നു. ആ ഇഞ്ചക്ഷൻ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ മയക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആ ഇഞ്ചക്ഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് വേദന വരുന്ന ആ സമയത്ത്, വേദന വന്ന ആ സമയത്ത് ഇല്ലേ അപ്പച്ചൻ, അതായത് തോമസ് സാറ് പറഞ്ഞ ആ കാര്യം ഓർമ്മ വന്നു. 100-200 പേര് സുവിശേഷം പറഞ്ഞെങ്കിലും അതൊന്നും ഓർമ്മയിൽ വന്നില്ല. പക്ഷെ ഇദ്ദേഹം വന്ന് പറഞ്ഞ കാര്യമാണ് ഓർമ്മയിൽ വന്നത്. അത് ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ യേശുവിനെ വിളിച്ചു. യേശുവേ, 100-200 പേരിനോട് അങ്ങയെക്കുറിച്ച് പറഞ്ഞു, ഈ തോമസ് സാറും വന്ന് പറഞ്ഞു, അങ്ങ് ജീവിക്കുന്ന ദൈവമാണോ? എനിക്കറിയത്തില്ല, കാരണം ഞാൻ സേവിച്ചു വരുന്ന ദൈവങ്ങൾക്ക് ജീവനൊന്നുമില്ല, ഞങ്ങൾ കൊടുക്കുന്ന സങ്കല്പ ജീവനേ ഉള്ളൂ. അപ്പം ഞങ്ങൾ മലരോ അവര് തേങ്ങ എല്ലാം കൊണ്ടുവച്ചാൽ കുറച്ച് ഉറുമ്പ് കൊണ്ടുപോകുന്നതല്ലാതെ പിന്നീട് ഞങ്ങൾ വെള്ളം കൂടെ ഞങ്ങൾ തന്നെ എടുത്ത് ഞങ്ങൾ തന്നെ ഭക്ഷിക്കും. ഇതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങ് അവരിൽ വ്യത്യസ്തമായ ഒരാളാണോ അങ്ങ് ജീവിക്കുന്ന ദൈവമാണോ? ജീവിക്കുന്ന ദൈവമാണെങ്കിൽ അങ്ങേക്ക് കണ്ണ് കാണാമല്ലോ, അങ്ങേക്ക് ചെവി കേൾക്കാമല്ലോ, അങ്ങ് സംസാരിക്കുമല്ലോ. അങ്ങനെങ്കിൽ എൻ്റെ ഈ അവസ്ഥ കാണുന്ന 2 കൈയും പോയെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇനി ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പം ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതല്ലാതെ ഇനിയിപ്പോൾ ആരിൽ ആശ്രയിക്കാനാ? ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഓഫീസിലിരിക്കാൻ പറ്റത്തില്ല, ഒന്നും ഈ 2 കൈയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു കൈയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും വേണ്ടുമില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങയ്ക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? ജീവിക്കുന്ന ദൈവമാണോ? അപ്പച്ചൻ തോമസ് സാർ പറഞ്ഞ് ജീവിക്കുന്ന ദൈവമാണ്. 100-200 ഉപദേശിമാർ പറഞ്ഞ് ജീവിക്കുന്ന യേശു ഉണ്ടെന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു 11:30 ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങും.
അപ്പം അതിന് മുമ്പായിട്ട് അങ്ങേക്ക് ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എന്നെ വന്നൊന്ന് സഹായിക്കുക പറ്റുമെങ്കിൽ. ഇല്ലെങ്കിൽ വേണ്ട, അങ്ങനെ ഒരു ദൈവം ഞാനും ഇല്ലെന്ന് ഞാനും ചെയ്യാൻ മറ്റേ ദൈവം കൂടെ കൂട്ടത്തിൽ ഞാനും പെടുത്തിയേക്കാം. ശരി, ഞാൻ മറ്റുള്ള ദൈവങ്ങളെല്ലാം വിളിച്ച് അപേക്ഷിച്ചിട്ടുണ്ട്, അവരാരും എന്നെ നോക്കുന്നില്ല, ഇതുവരെ വന്ന് കാണുന്ന പോലുമില്ല. അവർക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തതാണ്. നീ ജീവിക്കുന്ന ദൈവമാണല്ലോ ആണെന്ന് അവർക്ക് പറയുന്നത്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ബോധ്യമാകണ്ടേ? എനിക്കൊരു ബോധ്യം വരണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ഈ മടങ്ങിയിരിക്കുന്ന വിരലുകൾ നിവർത്തി തരണം. ഈ മടക്കുകയും നിവർക്കുകയും പറ്റാത്ത ഈ കൈ എന്ത് ചെയ്യണം? നിവർത്തിയും മടക്കുകയും ചെയ്യുവാനിടയായി തീരണം. അപ്പം എൻ്റെ അപേക്ഷ കേട്ടു, എന്നെ ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് എനിക്ക് ബോധ്യമാകുവാനിടയാകുമല്ലോ. അങ്ങനെ എനിക്ക് അടയാളമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കിടക്കുമ്പോൾ വേദന വർദ്ധിച്ചു വന്നപ്പോഴാണ് അവർ ഇഞ്ചക്ഷൻ ചെയ്തത്. ആ ഇഞ്ചക്ഷൻ എന്നെ മയക്കത്തിലോട്ട് കൊണ്ടുപോയി. 11:30 മണി കഴിഞ്ഞൊന്നും ഞാൻ അറിഞ്ഞില്ല. എൻ്റെ കൂടെയുള്ള കൂട്ടുകാർ പ്രസന്നകുമാരൻ ഉറങ്ങിപ്പോൾ അവനും അറിഞ്ഞില്ല. ഇതിൽ കെട്ടഴിച്ച് തരണമെന്നുള്ള കാര്യം അവനും മറന്നുപോയി. മറന്നൊരു 12 മണി കഴിഞ്ഞു. രാത്രിയിൽ ഒരു 2 മണിയായി കാണും, 2 മണി സമയം. ആ സമയത്ത് എല്ലാം ഭയങ്കര നിശബ്ദതയിലാണ്. ഭയങ്കരമായ ഇടിമുഴങ്ങി. അത് ഞാൻ എൻ്റെ ചെവിയിൽ കേട്ടു. ശബ്ദം ഇടിമുഴക്കം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ഇടിമുഴക്കമല്ല, അതുപോലത്തെ ഒരു ഇടിമുഴക്കം കേട്ട് ഞാൻ ഉണർന്ന് ഞാൻ ചുറ്റും നോക്കി. ഇങ്ങനെ കിടന്നോട്ട് നോക്കുകയല്ലേ, ഇങ്ങനെ നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല, എല്ലാവരും നല്ല ഉറക്കമാണ്. ക്ലോക്ക് അടിക്കുന്നുണ്ട്, ഒന്നുമില്ല, വേറൊരു ശബ്ദമില്ല. നേഴ്സുമാരുടെ റൂമിൽ ഇത്തിരി വെട്ടമുണ്ടെന്ന് അറിയാം, അവിടെ ആരുണ്ടെന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെ ശബ്ദം കേട്ടെ, എന്താ ശബ്ദം കേട്ടെ? പെട്ടെന്ന് തന്നെ ഞാൻ അടുത്ത മയക്കത്തിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ആ ഇടിനാദത്തിന്റെ ശാന്തതയിൽ എന്നോടൊരു ശബ്ദം, നീ വിളിച്ച് അപേക്ഷിച്ച യേശു ക്രിസ്തുവാണ് ഞാൻ നിന്നെ സൗഖ്യമാക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. അപ്പോൾ എനിക്ക് ആ ശബ്ദം കേട്ടിട്ട് അങ്ങോട്ട് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ച എൻ്റെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അശരീരിയൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പൊ അങ്ങനെ അശരീരി ഉണ്ടായതാന്ന് കരുതി ഞാൻ എന്ത് ചെയ്തു, അത് അങ്ങനെ അങ്ങ് തള്ളിക്കളഞ്ഞ് മയക്കത്തിൽ പോയി ഉറങ്ങിപ്പോയി. നേരം വെളുക്കുമ്പോൾ 6 മണി ആയപ്പോൾ ഞാനാണ് ആദ്യം ഉണർന്ന് ഞാൻ കയ്യിലോട്ട് നോക്കിയപ്പോൾ അയ്യോ രാത്രിയായി, ഒത്തിരി നേരം വെളുത്തു പോയല്ലോ, ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ചിന്തയെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചെയ്താൽ, ഞാൻ ഈ കയ്യിലോട്ട് നോക്കുമ്പോൾ ഇവിടെ എല്ലാം കെട്ടാണ്, ഇവിടെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ പെട്ടെന്ന് എൻ്റെ ഈ വിരലിങ്ങനെ ഈ കെട്ടോടുകൂടി നിവർന്നു നിൽക്കുന്ന ഒരു കാഴ്ച കാണുവാനിടയായി തീർന്നു. സ്തോത്രം. അപ്പൊ ഞാൻ എൻ്റെ കൂടെയുള്ള പ്രസന്നകുമാരൻ്റെ കൂട്ടുകാരനെ വിളിച്ചു. അപ്പൊ അവൻ ചാടി എഴുന്നേറ്റിട്ട് അയ്യോ ഇന്നലെ കെട്ടഴിക്കാൻ മറന്നുപോയി, സോറി. ഞാൻ പറഞ്ഞു അതൊന്നും അല്ല, ഇത് കണ്ടോ, സ്റ്റിച്ച് പൊട്ടിയതാന്ന് തോന്നുന്നു, വിരലെല്ലാം കൂടെ നിവർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇല്ല, രാത്രി യേശുവിനോട് വിളിച്ച കാര്യമോ യേശു ഇടിമുഴക്കത്തിൽ സംസാരിച്ച കാര്യമോ ഒന്നും ഓർക്കുന്നില്ല, എല്ലാം മറന്നുപോയി അതുപോലെ. അപ്പോൾ അവൻ നേഴ്സുമാർ നോക്കിയപ്പോൾ ശരിയാണല്ലോ, അവർ ഡോക്ടർമാർ 2 പേരുണ്ട്, അവർ 2 പേരും വന്ന് ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഡോക്ടറുണ്ട്, അദ്ദേഹം വന്ന് അവിടെ അന്നത്തെ ന്യൂറോ സർജനായിരിക്കുന്ന ഡോക്ടർ നമ്പൂതിരിപ്പാടുണ്ട്, അദ്ദേഹവും വന്നു. ഇവരെല്ലാം, കാരണം ഇതെല്ലാം വാർത്ത പെട്ടെന്ന് പരന്നു കഴിഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലല്ലേ. ഡോക്ടറുടെ അനാസ്ഥ കാരണം ഒരു രോഗിയുടെ സ്റ്റിച്ച് പൊട്ടി ദേണ്ട വിരലില്ല അവിടെ നിവർന്നു നിൽക്കുന്നു, അങ്ങനെയുള്ളൊരു വാർത്തയും പരന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അവരെ കെട്ടെല്ലാം അഴിച്ച് മാറ്റി നോക്കിയിട്ട് അവരുടെ ഭാഗത്തോട്ട് ഞാൻ ഇങ്ങനെ കിടക്കുകയല്ലേ, അവരിവിടെ നിൽക്കുകയാണ്, അവരുടെ ഭാഗത്തോട്ട് കൈ ഇങ്ങനെ തിരിച്ച് അവർ നോക്കിയിട്ട് പരസ്പരം നോക്കിയിട്ട് സ്തോത്രം പറയുന്നത് ഞാൻ കേട്ടു. സ്തോത്രം. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ സംഭവം ഉണ്ടായല്ലോ. അവരോട് പറയും, അപ്പൊ എന്നോട് തിരിച്ചെന്റെ കൈ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ കൈ നോക്ക്, നിന്റെ കൈ നോക്കിക്കേ. ഞാൻ പറഞ്ഞു അയ്യോ ഇതിങ്ങനെ ആയല്ലോ. സ്തോത്രം. നിങ്ങൾക്ക് എൻ്റെ കൈ കാണാൻ പറ്റുമോ? ദേ ഇങ്ങനെ എന്നോട് കണ്ടോ, ഇത് വെട്ടാണ്, വടിവാളിന് വെട്ടി വളർന്നതാണ്, ഈ സ്കിന്നിലാണ് ഇത് ഇങ്ങനെ തൂങ്ങിക്കിടന്നത്, രണ്ടായിട്ട് പോയില്ലെന്ന് മാത്രം. കാരണം ഞാൻ അന്ന് കയറി പിടിച്ചത് വടിവാളായിരുന്നു, വടിയല്ലായിരുന്നു. മുറുക്കെ അങ്ങ് പിടിച്ചു, കാരണം വടിയാന്ന് വിചാരിച്ചാ മുറുക്കെ പിടിച്ചത്. വലിച്ചവൻ കീറിക്കൊണ്ട ഓടിയത്. സ്തോത്രം. അപ്പൊ ഡോക്ടർ പറയാ, നിന്റെ ഇവിടുത്തെ എല്ലാ ഞരമ്പുകളും കട്ടായി പോയായിരുന്നു, പിന്നെ നിന്നോടെന്തോ ഞങ്ങൾക്കൊരു സ്നേഹം തോന്നിയിട്ട് അതെല്ലാം വെച്ച് ചേർത്ത് വെച്ച് കെട്ടി, അത് അത്രയും സമയമെടുത്തത്. അതുകൊണ്ട് ഇപ്പോൾ
മാനുഷിക നിലയിൽ ഒരു സൗഖ്യത്തിന് കിട്ടത്തില്ല, ഇങ്ങനെ നിവരത്തില്ല. പക്ഷേ ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ നമ്പൂതിരിപ്പാടും വന്ന് എൻ്റെ തലയിലൊക്കെ പിടിച്ച് അവിടെ ഇവിടെയൊക്കെ ഞെക്കി നോക്കിയിട്ട്, ഈ വിരലിങ്ങനെ, അദ്ദേഹം ന്യൂറോ അല്ലയോ, അദ്ദേഹം എല്ലാം പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞ് ഓക്കെ ആയിട്ടുണ്ട്, എല്ലാം ഓക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. ഈ കൈ കട്ടഴിച്ചു, ഇത് നിവർക്കുകയും മുടക്കുകയും നിവർക്കുകയും മുടക്കുകയും ചെയ്യുവാൻ ഇവിടെയായി തീർന്നു. ഈ കൈ നിങ്ങൾക്ക് കാണാം, എൻ്റെ ഈ കൈയുടെ ഇവിടെ ഇങ്ങനെ ഒരു നല്ല പാടുണ്ട്, ഇങ്ങനെ. സ്തോത്രം. കട്ടായിപ്പോയി, വിരല് രണ്ടായി തൂങ്ങിക്കിടക്കുകയായിരുന്നു, ഈ കൈ തൂങ്ങിക്കിടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒരവസ്ഥയിലായിരുന്നു. സ്തോത്രം. ഇവരെല്ലാവരും നേഴ്സുമാരും ഈ ഡോക്ടർമാരും ഒക്കെ സ്തോത്രവും ഹല്ലേലൂയയും ഒക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, അയ്യോ ഇന്നലെ രാത്രി ഞാൻ കർത്താവിനെ വിളിച്ച കാര്യവും കർത്താവിനോട് സംസാരിച്ച കാര്യമൊക്കെ ഓർമ്മ വന്നു. സ്തോത്രം. ഞാൻ പെട്ടെന്ന് ആ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇന്നലെ യേശുവിനെ വിളിച്ചിരുന്നു, ഇങ്ങനെയൊക്കെ ഞാൻ സംസാരിച്ചു, ജീവിക്കുന്ന ദൈവമാണോ അങ്ങ് എന്ന് ഞാൻ ചോദിപ്പാനിടയായി തീർന്നു. അപ്പോൾ എനിക്ക് വേണ്ടി കർത്താവ് എൻ്റെ സമയം 12 മണിക്ക് മുമ്പ് അങ്ങ് വന്ന് ചെയ്യണമെന്നായിരുന്നു എൻ്റെ സമയം. എന്നാൽ എൻ്റെ സമയത്തെ കർത്താവ് വേദന തന്നു, ഇഞ്ചക്ഷൻ തന്നു ഉറക്കിയിട്ട് രാത്രി 2 മണിയോളം സമയമായപ്പോൾ വന്ന് ഇടിമുഴക്കത്തിൻ്റെ മറവിൽ ശബ്ദിച്ചു, സംസാരിച്ചു, നീ വിളിച്ച യേശുവാണ് ഞാൻ, നിന്നെ ഞാൻ സൗഖ്യമാക്കും, ശക്തീകരിക്കും. സ്തോത്രം. ആ ശബ്ദം ഞാൻ അന്നേരം തിരിച്ചറിഞ്ഞു. സ്തോത്രം. ഞാൻ എന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. യേശുവേ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണെന്ന് എനിക്ക് ബോധ്യമായി. അങ്ങാണ് ജീവിക്കുന്ന ദൈവം. അങ്ങ് സംസാരിച്ച എന്നോട്, അങ്ങ് എനിക്ക് എൻ്റെ വിരലുകൾക്ക് സൗഖ്യം തരുവാനിടയായി. സ്തോത്രം. ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരോടൊപ്പം എൻ്റെ കാലയിലെ ബ്ലഡും ഗ്ലൂക്കോസും എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ആ കട്ടിൽ ചെയ്ത് ചാടി എഴുന്നേറ്റ്, ഇറുക്കിൽ കരമായി എങ്കിലും ഞാൻ ചാടി എഴുന്നേറ്റ് അവരോടൊപ്പം നിന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരും ദൈവത്തെ സ്തുതിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം കൂടി നിന്നിട്ട് ജനങ്ങൾ ഒത്തിരി പേര് വന്നു. കാരണം ഡോക്ടറുടെ അനാസ്ഥ കാരണം രോഗിയുടെ കൈപ്പത്തി തുന്നിക്കെട്ടിയതിൻ്റെ സ്റ്റിച്ച് പൊട്ടി എന്നുള്ള വാർത്തയാണ് പരന്നത്. പക്ഷേ അത് നിമിത്തം ദൈവത്തിനെ മഹത്വം കൊടുത്തപ്പോൾ അനേകര് അയ്യോ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വിടുതലിനെ കുറിച്ചും കേൾപ്പാനിടയായി തീർന്നു. പ്രിയരെ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ദൈവം എനിക്ക് തന്നു. യേശു എൻ്റെ ജീവിതത്തിൽ ജീവിക്കുന്ന ദൈവമാണെന്ന് വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. സ്തോത്രം. ഇതെൻ്റെ ജീവിതാനുഭവമാണ്. 92 കാലയളവിൽ സ്തോത്രം ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ സായിപ്പിൻ്റെ ഹോസ്പിറ്റലിൽ ഇന്നും ആ ഹോസ്പിറ്റലിൽ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ വരുന്നു അത്ഭുത മനുഷ്യൻ എന്നാണ് പറയുന്നത്. സ്തോത്രം. പഴയ ആൾക്കാർ ഇന്നും അവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവിടുത്തെ പല ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ട്. സ്തോത്രം. അവർക്ക് എന്നെ അറിയാം, അവരെ പറയും അത്ഭുത മനുഷ്യൻ വരുന്നെന്ന്. സ്തോത്രം. പ്രിയരെ, എൻ്റെ ജീവിതം ഒരു അത്ഭുതകരമാക്കി തീർത്ത ദൈവത്തിന് ഞാൻ സകല മഹത്വം കൊടുക്കുകയാണ്. സ്തോത്രം. അതിനുശേഷമായിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വലിയൊരു ബില്ലാണ് വന്നത്. ആ ബില്ല് കണ്ടിട്ട് ഞാൻ ഡോക്ടർ പിന്നെ റൗണ്ട്സിൽ വന്നപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഭാരപ്പെടണ്ട, ഏതായാലും ഒരു അത്ഭുത മനുഷ്യനല്ലേ, ദൈവത്തിൻ്റെ വലിയ വിടുതൽ അനുഭവിച്ച ആളല്ലേ, അതുകൊണ്ട് ബില്ല് ഞങ്ങൾ അടച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ബില്ല് ഡോക്ടർമാരടയ്ക്കുവാനിടയായി തീർന്ന ആദ്യത്തെ ഒരു മനുഷ്യനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത് ഡോക്ടർ നമ്പൂതിരിപ്പാടും അദ്ദേഹം ഒന്നും വിശ്വസിക്കുന്ന ആളല്ല, യേശുവിനെ അങ്ങനെയൊന്നും വിശ്വസിക്കുന്ന ആളല്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ പുള്ളിക്കും വിശ്വാസം വരുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിച്ചു. എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ സന്തോഷ വാർത്ത അറിയാനായിട്ട് അതുവരെ വീട്ടിൽ അറിയിച്ചില്ലായിരുന്നു വിവരം. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നു. എൻ്റെ ഈ സൗഖ്യമായ സന്തോഷ വാർത്ത വീട്ടിൽ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ സ്വീകരണം എന്ന് പറയുന്നത് അടുപ്പിൽ എരിയുന്ന വിറക് കൊള്ളി കൊണ്ടുള്ള തീ കൊണ്ടുള്ള അടിയായിരുന്നു. നീ ക്രിസ്ത്യാനിയായോ, മതം മാറിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള അടിയും ശബ്ദകോലാഹലങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ടായി. എനിക്കവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി. ബൈബിൾ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അന്ന് തുണികളെല്ലാം അവിടെ കൊണ്ടുപോയല്ലോ, അത് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. എൻ്റെ അയൽക്കാരെന്ന് പറയുമ്പം ബന്ധുക്കാരാണ് താമസിക്കുന്നവരൊക്കെ, വല്യമ്മാച്ചനും ആൾക്കാരും ഒക്കെയാണ്. അവരൊക്കെ അറിഞ്ഞു. അവരെല്ലാം എന്നെ വെട്ടിനുറുക്കി മാക്കോട്ടക്കകത്താക്കി ക്രിസ്ത്യാനികളുടെ വീട്ടിൽ കൊടുത്തുവിടാനായിട്ട് ഉള്ള പ്ലാനാണെന്നൊക്കെ പറഞ്ഞ് അതിൽ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി. എങ്ങനെയോ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് യേശുവേ, അങ്ങ് ജീവിക്കുന്ന ദൈവമല്ല, അങ്ങ് സൗഖ്യം തന്നല്ല, സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ്, എന്ത് ചെയ്യാനാ, എനിക്കൊന്ന് രക്ഷപ്പെടാനൊരു വഴി, എനിക്കൊരു പഴുതൊരുക്കി തരണമെന്ന് പറഞ്ഞു. ആ പഴുതിലൂടെ
ഞാൻ കിട്ടിയത് ബൈബിളാണ്. ആ ബൈബിൾ എടുത്തുകൊണ്ട് ഞാൻ അവിടെ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ടെന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അവിടുന്ന് രക്ഷപ്പെട്ട് ഒരു ജംഗ്ഷനിൽ വന്നു. അവിടുന്ന് ബസ് കയറി പോകാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ബാഗിനകത്താ പോയി പൈസയല്ല. ഞാൻ പക്ഷെ നടന്നു നടന്ന് 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 തിരുവല്ലയിലെത്തി. എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരോടൊപ്പം നിൽക്കാമല്ലോ എന്ന് കരുതി വന്നതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവരും എന്നെ പുറത്താക്കുവാനിടയായി തീർന്നു. നിനക്ക് ഇവിടെ അവകാശമില്ല, നീ പിന്നെ യേശുവിനെ വിളിക്കാനായിട്ട് പോയില്ലയോ, അതുകൊണ്ട് പറ്റത്തില്ല, ഞങ്ങളുടെ കൂടെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഞാൻ ഇപ്പോൾ പറഞ്ഞ് എൻ്റെ ഷെയറിങ് തന്നേരെ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞു. അത് അങ്ങനെയാ ഇങ്ങനെയാ ഒത്തിരി സാങ്കേതിക തടസ്സങ്ങളെല്ലാം പറഞ്ഞു. എന്തെന്ന് ഒരിക്കൽ പോലും അങ്ങനെ പ്രതീക്ഷിച്ചതല്ല ഞാൻ. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. എൻ്റെ ഷെയറെല്ലാം നഷ്ടപ്പെട്ടു. അവരതെല്ലാം എടുത്തു. അവരൊന്നും തരത്തില്ലെന്നായി, ക്വാർട്ടേഴ്സ് തരത്തില്ലെന്നായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടു. തിരുവല്ല രാമഞ്ചിറ എന്ന് പറയുന്ന ഇറക്കമുണ്ട്. അവിടെ അറിയാമോ, ചർച്ചക്കുണ്ട് കൺവെൻഷനൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്തിന് ഇപ്പുറത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടുത്തെ രാത്രി കടത്തെണ്ണയിൽ ഞാൻ മലയാള മനോരമ പേപ്പർ വിരിച്ച് അവിടെ കിടക്കുവാനിടയായി. രാവിലെ പകലെല്ലാം ഞാൻ തിരുവല്ല പട്ടണം മുഴുവനും കറങ്ങും. ഇങ്ങനെ ചുമ്മാ നടക്കും, വെറുതെ നടക്കും. പലരും എന്നോട് പരിചയമുള്ളവർ പലതും ചോദിക്കുന്നുണ്ട്. പക്ഷേ അഭിമാനം വലുതായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല, ആഹാരമൊന്നും ആരോടും ചോദിക്കുകയോ കടം കാശ് ചോദിക്കുകയോ ചെയ്യത്തില്ല. അന്നുമില്ല, ഇന്നിങ്ങനെ ഒരു ജീവിതമാണ്. ഉള്ളത് കൊണ്ട് ജീവിക്കുക, ഇല്ലെങ്കിൽ ഇല്ലാത്തവനെ പോലെ ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി, എത്ര ദിവസമാണ് ആഹാരം കഴിക്കാതിരിക്കുന്നത്? അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം 6-ാം ദിവസമായി. എനിക്ക് വെള്ളം വിശന്നിട്ട് വയ്യ, തീർത്തും വയ്യ. രാത്രിയിൽ അവിടെ ഒരു വാട്ടർ അതോറിറ്റി ഉണ്ട്, അവിടെ ഒരു പൈപ്പുണ്ട്. ആ പൈപ്പിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ കുറച്ച് വെള്ളം കുടിക്കും. അങ്ങനെ രാത്രി ചെയ്ത് പകലെല്ലാം ചെയ്ത് വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ രാത്രിയിൽ എൻ്റെ ഈ ഷർട്ടെല്ലാം അങ്ങ് മുഷിഞ്ഞു, വല്ലാതെ അങ്ങ് മുഷിഞ്ഞു. കാരണം ഈ ഒരു ഡ്രസ്സല്ലേ ഉള്ളൂ. അപ്പോൾ ഈ മുഷിഞ്ഞപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് എന്ത് ചെയ്യും, ഉടുപ്പ് മാത്രം ഊരി ഈ വെള്ളത്തിൽ ചുമ്മാ സോപ്പൊന്നുമില്ല, ചുമ്മാ ഒന്ന് കഴുകി കുറച്ച് അഴുക്ക് കളയാലോ എന്ന് കരുതി അങ്ങനെ കളഞ്ഞു. അപ്പോൾ അത് ഉണക്കണമല്ലോ, പിഴിഞ്ഞിട്ട് ഇങ്ങനെ കാറ്റത്ത് വീശിക്കൊണ്ട് നിൽക്കുക. ഇങ്ങനെ വീശി നിൽക്കും, ഉണങ്ങട്ടെന്ന് കരുതി. ആ പൈപ്പും ചേട്ടി വെള്ളം കുടിച്ചുകൊണ്ട് നിന്ന് ആ തുണിയും ഷർട്ടും ഇങ്ങനെ വീശി നിൽക്കുമ്പോൾ ഞാൻ യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഈ ഒരവസ്ഥ ഞാൻ നിന്നെ അറിഞ്ഞതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ അടിച്ചിറക്കി. ഞാൻ നിന്നെ അറിഞ്ഞതുകൊണ്ട് എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് എന്നെ മാറ്റി. എൻ്റെ ഷെയർ അവർ തന്നില്ല. ഞാൻ ഇനി കേസിനും വഴക്കിനുമൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഒന്നിനും പോയില്ല. കർത്താവേ, എന്ത് വേണം? എനിക്ക് പട്ടിണി കിടക്കാൻ വയ്യ, ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ നിന്നെ രഹസ്യമായിട്ട് ഹൃദയത്തിൽ വിളിച്ചോളാം. പുറമേ ഒരു കുറിയൊക്കെ തൊട്ട് ഞാൻ പഴയതുപോലെ ആയിരിക്കുന്നൊരവസ്ഥയിലേക്ക് ഞാൻ ചെല്ലട്ടെ. ഞാൻ എൻ്റെ ജോലി, എൻ്റെ സ്ഥാപനം നഷ്ടപ്പെടാതിരിക്കട്ടെ. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തോട്ടെ കർത്താവേ എന്ന് തീരുമാനിച്ചിട്ട് ഇപ്പം എൻ്റെ വീട്ടുകാർക്ക് സന്തോഷമാവുമല്ലോ. എന്നാൽ ഞാൻ ഹൃദയത്തിൽ നീ ഉണ്ടല്ലോ, യേശു ഉണ്ടല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് എന്നാൽ കിടക്കുന്നിടത്തോട്ട് പോകാമല്ലോ എന്ന് കരുതി ഈ ഷർട്ട് ഇങ്ങനെ വീശി സ്റ്റെപ്പ് കാലെടുത്ത് അങ്ങോട്ട് വെക്കുകയും വീണ്ടും ഹോസ്പിറ്റലിൽ മുഴങ്ങി അതേ ഒരു ഇടിശബ്ദം മുഴങ്ങുവാനിടയായി തീർന്നു. പെട്ടെന്ന് ഞാനങ്ങ് കുനിഞ്ഞു പോയി. ഞാൻ എന്താണെന്നറിയാം, കാരണം ഈ ഇടിയുടെ ശബ്ദം കേട്ടിട്ട് ഞാനങ്ങ് പേടിച്ച് വല്ലാതെ അങ്ങ് കൂനിപ്പോയി. അപ്പോൾ ഞാൻ പതുക്കെ നിവർന്ന് നോക്കിയപ്പോൾ ആ ശാന്തതയിലും അതേ ശബ്ദം, ഞാനാണ് നിന്നെ വിളിച്ചത്, ഞാൻ നിന്റെ കാര്യം നോക്കാം വിശ്വസ്തൻ. സ്തോത്രം. ഞാനത് കേട്ടിട്ട്, കർത്താവേ, എൻ്റെ തീരുമാനം അങ്ങക്ക് അങ്ങയുടെ മനസ്സിന് ഭാരം, അങ്ങയുടെ ഹൃദയത്തിന് ഭാരമായെങ്കിൽ ഞാൻ തിരിച്ചെടുക്കുന്നു. ഞാൻ പട്ടിണി കിടന്നാലും മരിച്ചാലും ഇനി അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കത്തുള്ളൂ എന്നുള്ള തീരുമാനം എടുക്കുവാനിടയായി. അങ്ങനെ ഞാൻ ആ രാമഞ്ചിറ കടത്തണ്ണയിൽ പോയിരുന്നുകൊണ്ട് ഇങ്ങനെ ഷർട്ട് ഉണക്കാൻ വേണ്ടി ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ വീശി എപ്പോഴോ ഉറങ്ങിപ്പോയി. അബേൻ ഷർട്ടിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു. ആ വെള്ളത്തിൻ്റെ നനവുള്ള ഷർട്ടല്ലേ, അത് അഴുക്കിനകത്ത് വീണു. അങ്ങനെ കിടന്ന് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. നേരം വെളുത്ത് ഒരു കാറിൻ്റെ ഹോൺ കേട്ടോണ്ടാണ് ഞാൻ ഉണർന്നപ്പോൾ ഒരു താടി വെച്ചൊരു മനുഷ്യൻ, നല്ലൊരു താടി വെച്ച നല്ലൊരു ചെറുപ്പക്കാരനായൊരു മനുഷ്യൻ ഒരു മാരുതി കാറിൽ വന്ന് നിൽക്കുകയാണ്. വന്ന് നിൽക്കുമ്പോൾ എന്നോട് ചോദിച്ചു, ഞാനിങ്ങനെ ഉണർന്നിരിക്കുക, അപ്പോൾ ഷർട്ടെല്ലാം
അഴുക്കായി കിടക്കുക. ഞാൻ അതിനെയൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹം വന്നിങ്ങനെ ചോദിക്കുന്നത്. എൻ്റെ പേര് ചോദിച്ചു. രാധാകൃഷ്ണപിള്ള അല്ലേ? അതെ. ഞാൻ പറഞ്ഞു അതെ. വാ കാറി കയറ്. ഞാൻ പറഞ്ഞു എങ്ങോട്ട് പോകാനാ? വാ കയറ്, പിന്നെ പറയാം. അയ്യോ, ഞാൻ പറഞ്ഞില്ല, എന്നെ കൊണ്ടുപോയി അടിക്കാനാണോ, കൊല്ലാനാണോ? ആ വേണ്ട 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 എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഓടാൻ ശ്രമിക്കുമ്പോഴാണ് അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇല്ല ഞാൻ പറയട്ടെ, നിൽക്ക് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുറിയുടെ ഭിത്തിയിൽ ഒരു വലിയ സ്ക്രീനിൽ താങ്കൾ കിടക്കുന്ന സ്ഥലവും താങ്കളുടെ ഫോട്ടോയും താങ്കളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കാണിപ്പാനിടയായി തീർന്നു. അങ്ങനെ രാവിലെ വന്ന് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നതാണ്. ഞാൻ പറഞ്ഞു ആ ശരി, എന്നാ ഞാൻ വരാമെന്ന് പറഞ്ഞു. പേടിയൊക്കെ മാറി. ഷർട്ടെടുത്ത് കൈ വെച്ചുകൊണ്ട്, ബനിയനി മാത്രമേ ഉള്ളൂ, അതും പിടിച്ചുകൊണ്ട് ഞാൻ ആ കാറിനകത്ത് കയറി. കാർ സഞ്ചരിക്കുകയാണ്. ദൈവനാമത്തിന് വേണ്ടി പറയട്ടെ, ഞങ്ങൾക്ക് തിരുവല്ലയിൽ എല്ലാ ഊടുവഴികളും അറിയാം. കാരണം വി ഹെൽപ്പ് എന്നുള്ള പരിപാടി ജോലിയിലാണല്ലോ. ഞങ്ങളെല്ലാ വീടുകളിലും സാധനങ്ങൾ എത്തിക്കുന്ന എല്ലാ വഴികളും അറിയാം. പക്ഷേ ഈ കാർ പോകുന്ന വഴി ഞാൻ ആദ്യമായിട്ട് കാണുക. സ്തോത്രം. എങ്കിലും ഞാൻ സ്തോത്രം ചെയ്താനകത്തിരുന്നു. അവിടെ ചെന്നു. നല്ലൊരു വീട്. എന്നോട് പറഞ്ഞ് കുളിക്കാൻ പറഞ്ഞു. കുളിമുറി കാണിച്ചു തന്നു. കുളിച്ചു, വൃത്തിയായി. എല്ലാം വന്നപ്പോൾ എനിക്ക് ഇടാനുള്ള നല്ല ഡ്രസ്സ് തന്നു. നല്ല മനോഹരമായ ഡ്രസ്സ്. അതിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മേശപ്പുറത്ത് പ്രാതലൊരുക്കിയിരിക്കുന്നു. ഒരു 3 ഇഡ്ഡലിയും അതിൻ്റെ സാമ്പാറും ചമ്മന്തിയും ഉണ്ട്. ഞാനത് കഴിച്ചു, വെള്ളവും കുടിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇതാ ഒരു ട്രെയിൻ ടിക്കറ്റ്, ബാംഗ്ലൂർക്കുള്ള ട്രെയിൻ ടിക്കറ്റാണിത്. ഒരു സൂക്കേഴ്സ് അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ട് പറഞ്ഞു, നീ ബാംഗ്ലൂർ ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ നിന്നെ സ്വീകരിപ്പാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരാളുണ്ടാവും. നീ ആരെയും കാണുകയും നോക്കുകയും വേണ്ട. നീ അവിടെ ചെന്നിറങ്ങുമ്പോൾ നിന്റെ തോളത്ത് തട്ടും. അതാണ് അടയാളം എന്ന് പറഞ്ഞു. ഞാൻ അതെല്ലാം വിശ്വസിച്ച് ആ പെട്ടി പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റും പിടിച്ചുകൊണ്ട് എന്നെ അവിടെ കൊണ്ടിറക്കി. കാറെ കൊണ്ടിറക്കിയിട്ട് അദ്ദേഹം പോയി. എനിക്ക് ആ വഴി ഇന്നു വരെയും മനസ്സിലായിട്ടില്ല. ദൈവമക്കളെ സ്തോത്രം. ഞാൻ ബാംഗ്ലൂർ ചെന്നു. ഇറങ്ങിയപ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ തോളത്തിലാളെ തട്ടി. പിന്നെ പേരുള്ള ആളല്ലേ? അതെ, എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. വന്നു ചെന്നു. അങ്ങനെ അവിടെ കുറേ നാളുണ്ടായിരുന്നു. സ്തോത്രം. അപരേതനായ സിഒ ജേക്കബ് എന്ന് പറഞ്ഞ ദൈവദാസന്റെ കൂടെ ആയിരുന്നു ആ നാളുകളിൽ എൻ്റെ ജീവിതം. സ്തോത്രം. നിങ്ങൾക്കറിയാമായിരിക്കും അദ്ദേഹത്തെ. ആമേൻ. സ്തോത്രം. ദൈവം അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ എത്തിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ കഴിഞ്ഞു. അദ്ദേഹം പിന്നത്തേതിൽ എന്നെ മാനിച്ച് ശുശ്രൂഷിച്ചിലേക്ക് വർദ്ധിച്ചു വരാൻ ദൈവം സഹായം. ഒരു മിനിറ്റ് പാസ്റ്ററെ, ഈ മാരുതി കാറിൽ ആക്ച്വലി വന്നത് ആരാ? ആക്ച്വലി അത് പറയാൻ പോവാ. സ്തോത്രം. അത് പറയാൻ പോവാ. ആമേൻ. ഞാനങ്ങനെ ബാംഗ്ലൂർ കഴിയവേ എൻ്റെ വീട്ടുകാർക്കും എൻ്റെ സ്വന്തക്കാർക്കും ഒക്കെ എന്നെക്കുറിച്ചുള്ള അറിവ് കിട്ടാതിരിക്കുകയാണല്ലോ. അങ്ങനെ ഇരിക്കവേ എൻ്റെ ഒരു കൂട്ടുകാരൻ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ വീട്ടിലെ അമ്മയൊക്കെ പറഞ്ഞ് എനിക്ക് അവനെ കാണണം, അവനോട് ഞങ്ങൾക്ക് വഴക്കൊന്നുമില്ല, പോയ നല്ല മാർഗത്തിലല്ലയോ, കള്ളു കുടിച്ച് ലെക്ക് കെട്ട് പോലീസ് സ്റ്റേഷനിൽ കേസും വഴക്കുമായിട്ട് പോയില്ലല്ലോ, ഒരു നല്ല പ്രവൃത്തിക്കല്ലേ പോയത്, ദൈവത്തെ വിളിക്കാനല്ലേ പോയത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അവനക്ക് മെസ്സേജ് ഇട്ടു. ഇങ്ങനെ ഞാൻ വീട്ടിൽ വരാനുള്ള താന്ത്രപ്പാടിൽ വരുന്ന സമയത്ത് ഞാൻ അന്ന് തിരുവല്ലയിൽ എന്നെ കൊണ്ടുപോയ ആ മനുഷ്യനുണ്ടെന്ന് നന്ദി പറയാം എന്ന് കരുതി ഞാൻ ആ വഴിയിലിടം നോക്കിയപ്പോൾ എനിക്ക് ആ വഴി പിടികിട്ടുന്നില്ല. ഏത് വഴി കൂടെ കാറ് പോയെന്ന്, ഏതാ വീടെന്നോ ആരാണെന്നൊന്നും അറിയത്തില്ല. സ്തോത്രം. അങ്ങനെ ഞാൻ വിഷമിച്ച് നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു, ഞാനാണ് നിന്നെ അവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. സ്തോത്രം. എനിക്ക് എന്ത് അത് പറയുമ്പോൾ എന്നെ തന്നെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. അങ്ങനെ ഞാൻ ആ ദൈവത്തിന്റെ ആ സ്നേഹം, കരുതല് അനുഭവിപ്പാനിടയായി തീർന്നു. സ്തോത്രം. ആ വീടും ആ സ്ഥലവും ഒക്കെ എനിക്ക് വേണ്ടി കർത്താവ് അവിടെ ഒരുക്കി. എന്നെ ട്രെയിൻ കയറ്റി വിട്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. കർത്താവിന്റെ ശബ്ദം മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. സ്തോത്രം. ഇന്നും എനിക്ക് ആ സ്ഥലമോ വഴിയോ ഒന്നും അറിയത്തില്ല. ദൈവമക്കളെ, ദേവദാസന്മാരെ, സ്തോത്രം. ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ എത്ര വലുതാണ്. എന്നെ അമ്മ ഇറക്കി വിട്ടു. എൻ്റെ സഹോദരങ്ങളും എൻ്റെ ബിസിനസ്സിലെ എൻ്റെ സ്നേഹിതന്മാരും എന്നെ ഇറക്കി വിട്ടു. ആരും എൻ്റെ കൂടില്ല. 5 ദിവസമായി ആഹാരം കഴിച്ചിട്ട് 6ാം ദിവസം പൈപ്പിലെ വെള്ളം കുടിച്ച് രാത്രിയിൽ ഷർട്ട് കഴുകി ഉണക്കുന്നു. അങ്ങനെ രാമചന്ദ്ര ഇറക്കത്തിലെ ആ
സൂപ്പർ മാർക്കറ്റിന്റെ ഷട്ടറിന്റെ അടുത്ത് അല്പ സ്ഥലമുണ്ട്, അവിടെ ഒരു മനോരമ വിരിച്ച് കിടക്കുകയാ. ആ സമയത്ത് ഷർട്ട് കയ്യിൽ പോയത് അറിഞ്ഞില്ല, ഉറങ്ങിപ്പോയി. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെട്ട് ഇരിക്കുമ്പോഴാണ് ദൈവശബ്ദം രാത്രി കേട്ടത്. ഞാനാണ് നിന്നെ വിളിച്ചത്, ഞാൻ നിന്നെ പോറ്റി പുലർത്തും. ദൈവങ്ങളെ, ഇതെല്ലാം കേട്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ കർത്താവിന്റെ വരവ് കണ്ടോ. കർത്താവ് ഡ്രൈവർക്ക് അമ്മാരുതിക്കാരനകത്ത് ഒരു താടിയുള്ള മനുഷ്യന്റെ രൂപത്തിൽ വന്നു. എന്നോട് പറയാ, ഞാൻ പ്രാർത്ഥിച്ച വീട്ടിൽ നിന്നെ എഴുതി കാണിച്ചെന്നൊക്കെ. എന്നെ വിശ്വസിക്കാൻ വേണ്ടി മാനുഷിക നിലയിൽ അങ്ങനെ പറഞ്ഞതാണ്. അവിടെ കൊണ്ടുവന്ന് എനിക്ക് പ്രാതലൊരുക്കി തന്നു. സ്തോത്രം. അപ്പോൾ ഞാൻ ഓർത്തു, ശിഷ്യന്മാർ കർത്താവ് കടൽപ്പുറത്ത് പ്രാതലൊരുക്കിയ കാര്യം. കർത്താവ് വലിയവനാണ്. എനിക്ക് കുളിമുറി തന്നു, നല്ലപോലെ കുളിച്ച് ഡ്രസ്സ് ചെയ്ത് നല്ല ഡ്രസ്സ് തന്നു, എനിക്ക് കൊണ്ടുപോകാൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നു. സ്തോത്രം. എനിക്ക് അതിനകത്ത് ഡ്രസ്സ് തന്നു, എല്ലാം കർത്താവ് എനിക്ക് തന്നു. സ്തോത്രം. ആ വീട്ടിനകത്ത് വേറെ ആരും ഇല്ലായിരുന്നു? ആരുമില്ല, ആരുമില്ല, ആരുമില്ല. ഞാൻ ചോദിക്കാനും പോയില്ല ആരും ഇല്ലെന്ന് വേറെ. കാരണം എന്റെ അന്നേരത്തെ അവസ്ഥ അതാണ്. ഓക്കെ. ആ അവസ്ഥ അതായതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല ഇവിടെ ആരുണ്ട് എന്തോന്ന് ഞാൻ ചോദിച്ചില്ല. സ്തോത്രം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അന്ന് ഞാൻ കാണുവാനിടയായി. കർത്താവ് എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ വിളിച്ചത് യേശു ആണെന്ന് മനസ്സിലായി. എനിക്ക് സൗഖ്യം തന്നത് യേശു ആണെന്ന് മനസ്സിലായി. എനിക്ക് വിടുതൽ തന്നത്, എന്നെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിച്ചത്, ഈ കടത്തന്നെ കിടക്കേണ്ട സാഹചര്യം വന്നത്, ഇതെല്ലാം കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യമാണ് എനിക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്തോത്രം. ഭാരപ്പെടുന്ന ജീവിതങ്ങളെ, കർത്താവിന്റെ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ കർത്താവ് നമ്മളുടെ കഷ്ടതയിൽ കൂടെ വരുന്നവനാണ്. സ്തോത്രം. അവർ കഷ്ടങ്ങളിൽ കൂട്ടാളിയായി കൂടെ ഉണ്ട് കേട്ടോ. സ്തോത്രം. അതുകൊണ്ട് എൻ്റെ ഈ ക്രിസ്ത്യ ജീവിതത്തിൽ കൂടി ഞാൻ കയറി വന്നത് ഇതിന് മുഖാന്തരമായിട്ടാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ പാസ്റ്ററെ, ഒരു കാര്യം. അപ്പൊ ഈ ആ പെട്ടിക്കകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു? എനിക്കിടാനുള്ള പാൻറ്, ഷർട്ട്, ബനിയന്, പല്ല് തേക്കാനുള്ളതായ ബ്രഷ്, ഷേവ് ചെയ്യാനുള്ള ഷേവിങ് സെറ്റ്, അതുപോലെ ഒരു ബൈബിള് എല്ലാം ഉണ്ടായിരുന്നു. സ്തോത്രം. എൻ്റെ കയ്യിലൊരു ബൈബിൾ ഉണ്ടല്ലോ, അതുകൂടാതെ ഒരു ബൈബിളും കൂടെ അതിനകത്തുണ്ടായിരുന്നു. സ്തോത്രം. ട്രെയിൻ ടിക്കറ്റ്, ബാംഗ്ലൂർ വരെ ചെല്ലാനുള്ള ട്രെയിൻ ടിക്കറ്റ്. ഓക്കെ. അപ്പം പിന്നീടുള്ള ബാംഗ്ലൂരിൽ ചെന്നിറങ്ങിയപ്പം അവിടെ ഈ പാസ്റ്റർ വന്നു, അവിടെ പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം. പുള്ളി എങ്ങനെ, അദ്ദേഹം എങ്ങനെ? പുള്ളിക്ക് അത് പറഞ്ഞില്ല. പുള്ളിക്കും വെളിപ്പാട് കൊടുത്തു, ദൈവം വെളിപ്പാട് കൊടുത്തു, ദൈവം ദർശനം കൊടുത്തു. ഞാൻ ചോദിച്ചു, എന്നെ എങ്ങനെ മനസ്സിലായി? ഞാൻ ട്രെയിനിൽ വന്നിറങ്ങുമ്പോൾ എന്നെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെയാന്ന് പറയാമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ രാത്രി കിടന്നുറങ്ങിയപ്പോൾ എന്നോട് ദൈവാത്മാവ് എന്ന് പറഞ്ഞു, ഇന്നൊരാള് ഇന്നുപോലെ സ്റ്റേഷനിൽ വരും, നീ ചെന്ന് ആമേൻ ഇന്ന അടയാളമാണെന്ന് ദൈവം അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. ഞാൻ ഇട്ടിരുന്ന ഷർട്ടിന്റെ അടയാളമാണ്, അതാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു ഷർട്ട് എനിക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. ഒരു പ്രത്യേക കളറുള്ള, ഒരു ലൈറ്റ് കളറുള്ള ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. അതാണ് എനിക്ക് ഇടാൻ തന്നത്. ആ കളറുള്ള ഷർട്ടിൻ്റെ കളർ കാണിച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹം എൻ്റെ കളറിൻ്റെ ഷർട്ടിൻ്റെ കളർ നോക്കി എൻ്റെ പൊക്കവും വണ്ണവും കാര്യങ്ങളെല്ലാം പെട്ടിയും പിടിച്ചിരിക്കുന്ന അവസ്ഥയെല്ലാം ദൈവം കാണിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം വന്ന് എൻ്റെ തോളെ തട്ട് എൻ്റെ പേര് ചോദിക്കുമെന്ന് പറഞ്ഞു. പേര് ചോദിച്ചപ്പോൾ ഞാൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെയുള്ള നാളുകൾ ദൈവം അദ്ദേഹത്തിലൂടെയാണ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സ്തോത്രം. ആമേൻ, ആമേൻ. അങ്ങനെ ഞാൻ അവിടെ കുറെ നാൾ താമസിച്ചതിന് ശേഷമായിട്ട് എന്നോട് പറഞ്ഞു, ബാംഗ്ലൂരിലുണ്ടോ അന്നേരം? ഇല്ല, അദ്ദേഹം മരിച്ചുപോയല്ലോ. മരിച്ചുപോയി. അദ്ദേഹം അതിൽ ഞാൻ പരേതനായിരിക്കുന്ന സിഒ ജേക്കബ് എന്ന് പറഞ്ഞു. സോറി. ഓക്കെ. അദ്ദേഹം മരിച്ചുപോയി. കണ്ടിന്യൂ ചെയ്തോ പാസ്റ്റർ. ഓക്കെ. സ്തോത്രം. അതിനുശേഷം ഞാൻ വീട്ടിലൊക്കെ വന്നു. വീട്ടിൽ നല്ല സ്വീകരണങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ അമ്മയോട് സുവിശേഷം പറഞ്ഞു. അമ്മ രക്ഷിക്കപ്പെട്ടു, ജ്യേഷ്ഠൻ രക്ഷിക്കപ്പെട്ടു, പെങ്ങൾ രക്ഷിക്കപ്പെട്ടു. എനിക്ക് പപ്പ നേരത്തെ മരിച്ചായിരുന്നു. അതുകൊണ്ട് അവരെല്ലാം രക്ഷിക്കപ്പെടുവാനും അവരെല്ലാം തിരുവല്ലയിലെ സ്റ്റേഡിയത്തിലുള്ളതായ സഭയിൽ അന്ന് അവിടെ ശുശ്രൂഷിക്കുന്നത് പാസ്റ്റർ സാമച്ചനാണ്, അറിയാമായിരിക്കും, പ്രവാചകൻ സാമച്ചനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ അവരെല്ലാവരും സ്നാനപ്പെട്ടു. ഞാനും ആ സഭയിലാണ്, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് സ്നാനപ്പെടുവാനിടയായി തീർന്നത്. ഞാൻ കുറ്റപ്പുഴ ആറ്റിലാണ് സ്നാനപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ തിരുവല്ല സഭയുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുവാനിടയായി തീർന്നു. ആ കാലയളവിൽ എനിക്ക് ബൈബിൾ സ്റ്റഡി പഠിക്കണമെന്ന് ആഗ്രഹം വന്നു. അങ്ങനെ മുളക്കടയിലുള്ളതായ മൗണ്ട് സയൻ ബൈബിൾ കോളേജിൽ ചേർന്ന്
3 വർഷക്കാലം ദൈവവചനം പഠിക്കുവാനിടയായി തീർന്നു. ആ ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് 96 കാലയളവിൽ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ എനിക്ക് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. മേലുകാവ്, പാലായ്ക്കടുത്ത് മേലുകാവ് എന്നൊരു സ്ഥലമുണ്ട്, കോട്ടയം ജില്ലയാണ്. അവിടെ എനിക്ക് ഒരു സഭാ ശുശ്രൂഷയ്ക്കുള്ള അവസരമുണ്ടായി. ഞാൻ പൊതു ശുശ്രൂഷ ചെയ്യുന്ന ആളായിരുന്നു, കൃപാവര ശുശ്രൂഷ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ഞാൻ അങ്ങനെ മുളക്കഴ ബൈബിൾ കോളേജ് ചേർന്ന് 3 വർഷക്കാലം പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പൊതു ശുശ്രൂഷ ഉണ്ടായിരുന്നു. അങ്ങനെ ആ 92 അവസാന കാലഘട്ടത്തിൽ, 93, 94 ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ ചെന്ന് 96 അവിടുന്ന് ഗ്രാജുവേറ്റ് ആകുന്നു. അങ്ങനെ ഞാൻ പഠിക്കുന്ന സമയത്ത് പൊതു ശുശ്രൂഷ ദൈവം തന്നിരുന്നു, കൃപാവര ശുശ്രൂഷ തന്നിരുന്നത് കൊണ്ട് എന്നെ എല്ലാവരും വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. ബൈബിൾ കോളേജിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകും. പഠിത്തം ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ ആൾക്കാർ ക്യൂ നിൽക്കുമായിരുന്നു എന്നെ ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഒരു ദിവസം ഞാനൊരു ഉപവാസപ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ പന്തളത്തുള്ളതായ, അതായത് ബൈബിൾ കോളേജിൽ മൗണ്ട് സയൻ ബൈബിൾ കോളേജ് പഠിപ്പിക്കുന്ന സക്രിയാവ് എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ കുഞ്ഞമ്മച്ചി എന്നാണ്, പന്തളം കുഞ്ഞമ്മച്ചി എന്നാണ് പറയുന്നത്. അവര് പ്രവാചകയും ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ആളുമായിരുന്നു. ആ ദൈവദാസി എന്നോട്, ഞാൻ ശുശ്രൂഷയുള്ള സമയത്ത് ഒരു ദൂത് എന്നോട് പറഞ്ഞു, മകനെ, നിന്നെ ഞാൻ ദൈവം അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷമായിട്ട്, നീ വെക്കാത്ത വീടും നീ വെട്ടാത്ത കിണറും നീ കെട്ടാത്ത മതിലും ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ശുശ്രൂഷ അങ്ങനെ പിന്നീട് വിവിധ രാജ്യങ്ങളിൽ നിന്നെ അയക്കുമെന്നൊക്കെയുള്ള ദൂതുകളൊക്കെ പറഞ്ഞ് ആമയും പറഞ്ഞ് നിർത്തി. ഞാൻ അതിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷമായിട്ട് തിരുവല്ല ഒരു വീട്ടിൽ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ വാര്യാപുരം യോനാചാൻ എന്ന് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ അവിടെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നു. അന്ന് ഞങ്ങളൊക്കെ അവിടെ ഉണ്ട് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അദ്ദേഹം ശുശ്രൂഷയിൽ എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ തലയിൽ കൈവച്ചിട്ട് ആ പന്തളം കുഞ്ഞമ്പച്ചി പറഞ്ഞ അതേ ദൂത് ആലോചന പറയുവാനിടയായി തീർന്നു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ഒരുപാട് രാജ്യങ്ങളുടെ പേരെല്ലാം പറഞ്ഞു, അവിടെ നിന്നെ വിടുകയും ചെയ്യും. കൂടാതെ ഈ ഭൂമിയിൽ നിനക്ക് ഞാൻ നീ പണിയാത്ത വീട് ഞാൻ തരും, നീ വെട്ടാത്ത കിണർ തരും, നീ കെട്ടാത്ത മതിൽ തരും. അങ്ങനെയൊക്കെ ദൂത് പറഞ്ഞു, അനുഗ്രഹിച്ചു, ആശീർവാദം പറഞ്ഞു, നിർത്തി. ശുശ്രൂഷ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും സന്തോഷമാണ് പിരിഞ്ഞു. വാര്യാപുരം യോനാചാന് ഞങ്ങൾക്ക് നല്ല പരിചയമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ടെലിഫോൺ ചാക്കോച്ചാനെ ഒരുമിച്ചാണ് തർശക്കോടിൻ്റെ പന്തലില് ശുശ്രൂഷ ചെയ്യുന്നത്. സ്തോത്രം. അവർ തോളോട് തോള് കൈയിട്ട് പൗലോസും ശീലാസനെയും പോലെയാണ് ഞങ്ങൾ പറയുവാനിടയായി തീരും. അവരെല്ലാം ഇന്ന് ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നു. എന്നാൽ ദൈവം ആ സമയങ്ങളിൽ ഞാൻ ആ ദൂത് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു. സുവിശേഷ വേലയിൽ വർദ്ധിച്ചു, സഭാചാരത്തിലിരിക്കുവാനിടയായി. അങ്ങനെ മേലുകാവിൽ ഒരു മീറ്റിങ്ങിന് ചെന്നപ്പോൾ ആ സഭക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാസ് സ്ഥലം മാറുകയാ, അതുകൊണ്ട് പാസ് ഞങ്ങൾക്ക് സഭയുടെ പാസ് അട്ടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു ശുശ്രൂഷ തന്നിട്ടില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്ക്, ഞാൻ ദൈവം ദൂത് തരുവാണെങ്കിൽ ആലോചന തരുവാണെങ്കിൽ ഇരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഒരു അടയാളം വെച്ചു. നമ്മുടെ ഓവർസിയർ എന്നെ വിളിച്ചിട്ട് പറയണം, നിന്നെ മേലുകാവിൽ ശുശ്രൂഷകനായി നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അന്നത്തെ കാലത്ത് ഓവർസിയർ ആയിരിക്കുന്നത് പാസ്റ്റർ നമ്മുടെ PAB സാം സാറാണ്. അദ്ദേഹം അതിൻ്റെ കാലത്താണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ കർക്കശക്കാരനാണ്, എങ്കിലും സ്നേഹമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പറയണമെന്ന് ഞാനൊരു അടയാളം വെച്ചതാണ്. എന്നാൽ ഞാൻ ശുശ്രൂഷയിൽ അവരെല്ലാം ചെന്ന് പറഞ്ഞു. അദ്ദേഹം ആദ്യമൊന്നും സമ്മതിച്ചില്ല. അങ്ങനെ പറഞ്ഞ് കോളേജിൽ പഠിക്കുന്ന ആരെയും സഭയിൽ ഇരുത്താൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങളുടെ വാക്ക് ഞങ്ങൾ വാക്ക് തരുന്നു, അദ്ദേഹത്തെ വിട്ടേക്കാം, ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. എന്നെ വിളിച്ചു. ഓവർസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവർക്ക് നിന്നെ മാത്രം മതി എന്നാണ് പറയുന്നത്, എന്താണെന്നറിയത്തില്ല, അതുകൊണ്ട് നിന്നെ അങ്ങോട്ട് ഞാൻ അപ്പോയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് ഓർഡർ ലെറ്റർ തന്നു. എന്നെ അനുഗ്രഹിച്ച് അയക്കുവാനിടയായി തീർന്നു. അങ്ങനെ പ്രിയരെ, ഞാൻ 4 വർഷം അവിടെ ശുശ്രൂഷ ചെയ്തു. അനേക കുടുംബങ്ങൾ, അനേക വ്യക്തികളെ നേടുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷമായിട്ട് ഓരോ സഭകൾ ഇരുന്ന് അവസാനം ഞാൻ 2022 ചെർച്ചക്കോടിൽ നിന്ന് ഞാൻ ഇടയ്ക്കൊന്ന് മാറിയായിരുന്നു. കാരണം ചെറിയൊരു സാങ്കേതിക പ്രശ്നം കുഞ്ഞമ്പി പാസ്റ്റർ ഓവർസറായിട്ടിരിക്കുമ്പോൾ ഉണ്ടാകുവാനിടയായി തീർന്നു. അപ്പം ഞങ്ങളൊരു 8 പേരെ ആ സമയത്ത് സഭാ ചാർജ് ഇല്ല, നിങ്ങൾ അടുത്ത വർഷം കയറാം, അതുകൊണ്ട് നിങ്ങൾ പുറത്ത് നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പം ഒത്തിരി ബുദ്ധിമുട്ടി. ആ കാര്യത്തിലൊക്കെ ഒത്തിരി സംസാരങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഞാൻ അധികം സംസാരത്തിനൊന്നും പോകാതെ ഞാൻ പറഞ്ഞു, ദേവദാസനെ, ഞാൻ എൻ്റെ തറവാട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ കുടുംബത്തിൽ പോവാം, അതുകൊണ്ട് ഞാൻ കുടുംബത്തിൽ കാണും. ദേവദാസന്
അടുത്ത വർഷം ഇവിടെ കാണത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഒരു ദൂത് പോലെ പറഞ്ഞിട്ട് ഞാൻ പോകുന്നു. ഞാൻ വന്നു IPCയിൽ, എൻ്റെ ഭാര്യയുടെ ആൾക്കാരല്ല IPCയിലുണ്ട്. അവിടെ ഞാൻ ചെന്ന് ഒരു സഭാചാർജിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഇന്റർവ്യൂ അവിടെ പഠിക്കണമെന്ന് പറഞ്ഞു. അവിടുത്തെ ചില കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന്, PG ഒക്കെ പഠിക്കണം, അവിടുത്തെ ലെറ്റർ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അതൊന്നും എഴുതാനും പഠിക്കാനൊന്നും പറ്റാത്ത സമയമില്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും കൗൺസിലിൽ 1-2 ചോദ്യങ്ങൾ മാത്രം ചോദിച്ചു നിർത്തിയിട്ട് എനിക്ക് ഒരു IPCയിൽ എന്നെ ചേർത്ത് വേണാട്ടുകാട് എന്ന് പറയുന്ന സ്ഥലത്ത്, ആലപ്പുഴ സെൻട്രലിൽ വേണാട്ടുകാട് സ്ഥലത്ത് ബോട്ട് കയറി പോകണമെന്നേ ഉള്ളൂ, അവിടെ ഉള്ളൊരു ഒഴിവ് ആ സഭ എനിക്ക് തരുവാനിടയായി തീർന്നു. അവിടെ കുറേ ദൈവമക്കളുണ്ട്. ഞാൻ അവിടെ പോയി ശുശ്രൂഷിച്ച് അങ്ങനെ IPCയിൽ ചേർന്ന ശേഷം സഭകൾ മാറി മാറി വന്നു. അവസാനം ഞാൻ പന്തളം സെൻട്രൽ സ്തോത്രം കീരികുഴി എന്ന് പറഞ്ഞ ദൈവസഭയെ ശുശ്രൂഷിക്കുകയാണ്. ഈ സമയത്തെല്ലാം ഞങ്ങളുടെ ശുശ്രൂഷയുണ്ട്. പ്രത്യേക ശുശ്രൂഷ എന്ന് വെച്ചാൽ സഭാ ശുശ്രൂഷ ഉള്ളപ്പോൾ തന്നെ ഞങ്ങൾ പരസ്യയോഗം ചെയ്യുന്നവരാണ്. ഞാനും എൻ്റെ ഭാര്യ പാടും, ഞാൻ പ്രസംഗിക്കും. പിന്നെ എൻ്റെ കൂടെ ദേവദാസന്മാർ അനേകരുണ്ട്, ദൈവമക്കളുണ്ട്. അവരെല്ലാം എൻ്റെ കൂടെ ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് ടീമായി പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ കീരുവഴിയിൽ ദൈവസഭയിൽ 3-ാമത്തെ വർഷം ശുശ്രൂഷ, 2-ാമത്തെ വർഷം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2022 കാലയളവിൽ ആണ് ആ സമയം. അങ്ങനെ ഞാനൊരു ജനുവരി മാസം 2022 ജനുവരി മാസം 9-ാം തീയതി വിശുദ്ധ സഭായോഗവും കർത്തൃമേശയും കഴിഞ്ഞ ശേഷം ഞങ്ങൾ മഞ്ഞനിക്കരയിലുള്ളതായ ദേശത്ത് ഒരു സുവിശേഷ പ്രവർത്തനത്തായിട്ട് കടന്നുപോയി. ഞങ്ങൾ പരസ്യവും ചെയ്യുവാൻ കടന്നുപോയി. ഞാനുമുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ടീം അംഗങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങളെല്ലാവരും പോയി അവിടെ പോയി മാറി മാറി പാട്ട് പാടി. കർത്താവിൻ്റെ ദാസി പാട്ട് പാടും, കേൾക്കാൻ ഒരുപാട് ആൾക്കാർ വരും. നല്ല സംഗീതമൊക്കെ പാടും, നല്ല ക്ലാസിക്കൽ സംഗീതമൊക്കെ പാടുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. അങ്ങനെ പാടി ഞങ്ങളത് ദൈവീക ശുശ്രൂഷകൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് എനിക്ക് ശനിയാഴ്ച തന്നെ 8-ാം തീയതി ശനിയാഴ്ച തന്നെ എനിക്ക് പൈൽസിന്റെ ഒരു പ്രയാസം ഉണ്ടായി. മുന്തിരിക്കൊല പോലെ അത് പുറത്തോട്ട് തൂങ്ങിക്കിടക്കുവാനിടയായി. ഞാൻ വിചാരിച്ച് സാരമില്ല, അതങ്ങ് കയറി പൊക്കിയായിരിക്കും, തന്നെ പോകുമെന്ന് കരുതി. പക്ഷേ 9-ാം തീയതി ഞായറാഴ്ച കർത്തൃമേശയും കഴിഞ്ഞ് ശുശ്രൂഷയും കഴിഞ്ഞിട്ട് ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഒരിടത്ത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വേദന കൂടി. ഞാൻ കാറിൽ പോയി അങ്ങ് ഇരിക്കുവാനിടയായി. ഇരിക്കാനും വയ്യ, ഒരു വശം ചരിച്ചായിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നേഴ്സ്, പത്തനംതിട്ട ജില്ലാ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സുണ്ട്, BSc നേഴ്സാണ്. അദ്ദേഹം അവിടുത്തെ ഹെഡ് നേഴ്സാണ്. അവരെന്നോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഒരു കാര്യം ചെയ്യും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ഇത് ഓപ്പറേഷൻ ചെയ്ത് കളയണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ബിലീവേഴ്സ് ഡോക്ടറിൽ ഒരു ഡോക്ടറെ ഞങ്ങൾക്ക് പരിചയമുണ്ട്, നമ്പർ തരാം, ഒന്ന് വിളിക്കെന്ന് പറഞ്ഞു. അങ്ങനെ നമ്പർ തന്നു, ഡോക്ടറെ വിളിച്ചു. ആ ഡോക്ടർ പറഞ്ഞു ശരി, അപ്പോയിൻമെന്റ് തരാം, പോരെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ അവിടെ ചെന്നു, അഡ്മിറ്റായി. ചൊവ്വാഴ്ച അവിടെ കിടന്നു, മരുന്നൊക്കെ തന്ന് മാറുമെന്ന് കരുതി നോക്കി. പക്ഷെ ബുധനാഴ്ച അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷന് വേണ്ടി വിധേയനായി. അങ്ങനെ ബുധനാഴ്ച ഓപ്പറേഷൻ നടക്കുകയാണ്, പൈൽസിന്റെ ഓപ്പറേഷൻ നടക്കുകയാണ്. 2022 ജനുവരി മാസത്തിലാണ്. 9-ാം തീയതി ഞായറാണ്. തിങ്കളാഴ്ച ഞങ്ങൾ 10-ാം തീയതിയാണ് അവിടെ അഡ്മിറ്റ് ആയത്. 11-ാം തീയതി ചൊവ്വാഴ്ച, ബുധനാഴ്ച 13-ാം തീയതിയാണ്. അന്ന് ഓപ്പറേഷൻ നടക്കുമ്പോൾ അന്ന് രാത്രിയിൽ എനിക്ക് അനസ്തേഷ്യ തന്നു. അനസ്തേഷ്യ തന്നത് യഥാർത്ഥ ഡോക്ടറാണ് അനസ്തേഷ്യയെല്ലാം നോക്കിപ്പോയത്. പക്ഷെ തന്നത് പഠിക്കുന്ന ഡോക്ടറായിരുന്നു. അത് ഞാൻ ഇച്ചിരി ശബ്ദം വെച്ചെങ്കിലും അവർ പറഞ്ഞു ഇത് ഡോക്ടറെ കുഴപ്പമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് അവർ അനസ്തേഷ്യ തന്നു. അളവ് കൂടുകയോ കുറേ ചെയ്താൽ പ്രശ്നമാണ്, എങ്കിലും എന്തോ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് 3 ദിവസം ഞാൻ ആഹാരം കഴിച്ചു. 4ൻ്റെ അന്ന് എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ചായ വേണ്ട, വെള്ളം വേണ്ട, ആഹാരം വേണ്ട. ഡോക്ടറോട് പറഞ്ഞ് എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്ന, അവരോട് മരുന്ന് തന്നു. കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഡിസ്ചാർജ് ആയി. ഞാൻ സുഖമായി വീട്ടിൽ വന്നു. വേദനയുണ്ട് എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ആഹാരത്തിൻ്റെ മണം എനിക്ക് കേൾക്കുന്ന ഇഷ്ടമല്ല. വെള്ളം വേണ്ട, ചായ വേണ്ട, ഒന്നും വേണ്ട. എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുന്നൊരു അനുഭവമാണ്. ഞാൻ അഥവാ നിർബന്ധിക്കപ്പെട്ട് എല്ലാവരോടും നിർബന്ധിച്ച് തന്നെ കഴിപ്പിക്കുമ്പോൾ ഞാൻ അതെല്ലാം കൂടെ കഴിക്കും, ഉടനെ ഛർദ്ദിക്കും. അങ്ങനെ അവസ്ഥയായ അവസാനം ഞാൻ പന്തളം മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അവിടുത്തെ ഡോക്ടർ പരിശോധിച്ചിട്ട് ഒരു രക്ഷയുമില്ല, അവർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവസാനം പീറ്റർ മണക്കുന്ന ഒരു ദേവദാസന്റെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അവിടെ എന്നെ ചികിത്സിച്ചു. ആ ഡോക്ടർ നോക്കിയിട്ട് രക്ഷയില്ല. അവസാനം പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി. അവിടെയും 10 ദിവസം കിടന്നു. ആ ഡോക്ടർമാർ നോക്കിയിട്ടൊന്നും രോഗം കണ്ടുപിടിക്കുന്നില്ല. പക്ഷെ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഡോക്ടറോട് കൈകൂപ്പി പറയും, ഡോക്ടറെ എനിക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഒരു മരുന്ന് തരാമോ എന്ന് ചോദിക്കും, കരഞ്ഞു പറയും. ആ ഡോക്ടർമാരെല്ലാം മരുന്ന് തരും. അവസാനം
എന്നെ ആ നേഴ്സ് തന്നെ, അവിടെ ജോലി ചെയ്യുന്ന നേഴ്സ്, എൻ്റെ പരിചയമുള്ള നേഴ്സാണല്ലോ, അവർ പറഞ്ഞു ഈ രോഗി പാസ്റ്റ് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുപോകും, ചിലപ്പോൾ അവിടെ ചെന്ന് രക്ഷപ്പെട്ടേക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഡിസ്ചാർജായി രാത്രിയിൽ വീട്ടിൽ വന്നു. ആ സമയത്തൊക്കെ എൻ്റെ മക്കളുമാർ രണ്ടുപേരേ ഉള്ളൂ സഭയിൽ പാഴ്സനേജിൽ. അമ്മായിയമ്മ ഇടയ്ക്കിടയ്ക്ക് വരും നോക്കും, അമ്മായിയപ്പൻ ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് വരും നോക്കും, അങ്ങനെ നോക്കി പോവുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് വരാൻ ആരുമില്ല, ഞാൻ അവരെ വിവരം അറിയിച്ചതുമില്ല. അങ്ങനെ ഇരിക്കവേ എൻ്റെ ഭാര്യ ഇടയ്ക്ക്, മക്കളുള്ളല്ലോ, അതുകൊണ്ട് എൻ്റെ ചർച്ചിലെ വിശ്വാസികൾ എൻ്റെ കൂടെ ഉണ്ടാവും അവിടെ ഹോസ്പിറ്റലിലേക്ക് എന്നെ നോക്കാനായിട്ട്. അപ്പം വീട്ടിലെ ദേവദാസി വരും, പിള്ളേരെ നോക്കി, രാത്രി ഒറ്റയ്ക്കല്ലേ, പെൺപിള്ളേരല്ലേ, അങ്ങനെ നോക്കാൻ പറ്റുമ്പോൾ എൻ്റെ ഭാര്യയെ കുളിക്കാൻ നേരത്ത് അവൾ പറഞ്ഞൊരു സാക്ഷ്യമാണ്, കുളിക്കാനുള്ള സമയത്ത് വെള്ളം തലയിൽ ഒഴിക്കാൻ പേടിയാണ്, കാരണം ഞാൻ മരിച്ചു പോകുന്നൊരവസ്ഥയായി കിടക്കുന്നു. അമ്മേ, ഞാൻ ക്ഷീണിതനായി. എൻ്റെ എൻ്റെ ശരീരത്തിലെ ജലാംശങ്ങളെല്ലാം തീർന്നു, എൻ്റെ ചുണ്ടെല്ലാം വരണ്ട് ഒരു മരണമുഖമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ശരീരം. ഞാൻ മരിച്ചു പോകും, എന്തു ചെയ്യും, മരിച്ചു പോയാൽ എന്തു ചെയ്യും? അങ്ങനെ ആ വിവരം അമ്മായിപ്പൻ അറിഞ്ഞു. അമ്മായിപ്പന് കുറേ സ്ഥലം എറണാകുളം ജില്ലയിൽ അദ്ദേഹം മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മരിച്ചു പോകുമായിരിക്കും എന്ന് കരുതി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ തള്ളി പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ നിന്ന് മാറ്റി എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ആദ്യത്തെ ദിവസം അവർ അഡ്മിറ്റ് ആക്കിയില്ല, ഇത്രയും സീരിയസ് ആയി എന്നെ അഡ്മിറ്റ് ആക്കിയില്ല. അവർ പറഞ്ഞു ഇവിടെ കിടക്കാൻ സ്ഥലമൊന്നുമില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. അവനെ വന്നു. അവന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് രോഗം മൂർച്ഛിച്ചു. അപ്പോൾ എൻ്റെ ആ കീരുകുഴിയുള്ളതായ ഓട്ടോറിക്ഷക്കാര്, നാട്ടുകാര്, ദേശക്കാര്, അവിടുത്തെ റേഷൻ കടക്കാര് എല്ലാവരും വന്ന് എന്നെ എല്ലായിടത്തും ഞാൻ എല്ലായിടത്തും എല്ലാവരോടും നല്ല സൗഹൃദമായതുകൊണ്ട് എല്ലാവരും വന്ന് എന്നെ കണ്ട്. അവരെല്ലാവരും പലരും പറഞ്ഞു, ഉപദേശി മരിച്ചു പോവുക, ഉപദേശി മരിച്ചു പോവുക, കണ്ടില്ലേ, കിടപ്പ് കണ്ടില്ലേ എന്ന് പറഞ്ഞു. ആ കഥ വാർത്തയെല്ലാം കേട്ട് ഞാൻ ഇങ്ങനെ കിടക്കുക, എനിക്ക് ഒരു ജീവനില്ല, ഞാനിങ്ങനെ തളർന്ന് അങ്ങ് പോവുക, എനിക്കൊന്ന് സംസാരിക്കാൻ പോലും കഴിവില്ലാത്തൊരവസ്ഥയിലായിരുന്നു. ആമേൻ. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജ് രണ്ടാമതും കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, പേഷ്യൻ്റ് സീരിയസ് ആണല്ലോ, തറയിൽ കിടക്കാമോ? അതേ ഉള്ളു, വേറെ കട്ടിലൊന്നുമില്ല, ഞങ്ങൾ തറയിൽ കിടന്നോളാം. അങ്ങനെ അഡ്മിറ്റ് ആക്കി. ഞങ്ങൾ ചെന്നപ്പോൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരു കട്ടിലൊരുക്കി തന്നു കേട്ടോ, ബെഡ് ഒരുക്കി. ജനറൽ വാർഡാണ് അവിടെ, മെഡിസിൻ വിഭാഗം ജനറൽ വാർഡാണ്. അവിടെ ഞങ്ങൾ അഡ്മിറ്റായി. ഒരു ദിവസം ഡോക്ടർമാരെല്ലാം നോക്കി, 2 ദിവസം ഡോക്ടർമാർ നോക്കി. 3ൻ്റെ അന്ന് അവർ എനിക്ക് ട്യൂബൊക്കെ ഇട്ട് ആഹാരം തരാനായിട്ട്, ഞാൻ അതിലെ കൂടെ അവർ ആഹാരം തരുമ്പോൾ ഞാൻ ആ ട്യൂബ് എടുത്ത് മറിച്ചോണ്ട് ഛർദ്ദിക്കുന്നത്, അങ്ങനത്തെ ഒരു അവസ്ഥയായി. എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ട് ഞാൻ മരിച്ചു പോകും. എൻ്റെ സഭക്കാരെല്ലാം വന്ന് കണ്ടിട്ട് ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോയി. പറഞ്ഞ് ഇനിയും രക്ഷയില്ല, പാസ്റ്റ് മരിക്കുകയാണ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. ഡോക്ടർമാരും വലിയ പ്രതീക്ഷയൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് സഭക്കാർ എനിക്ക് വേണ്ടി ശവക്കോട്ടെ സഭാ സെമിത്തേരിയുടെ ശവക്കോട്ടയിൽ അടക്കാമെന്ന് തീരുമാനമായി. സെൻറ്ററും അതിന് തീരുമാനം കൊടുത്തു. അങ്ങനെ അവർ ശവക്കോട്ട റെഡിയാക്കി, ആംബുലൻസും കാത്ത് എൻ്റെ അടക്കത്തിനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് നിൽക്കുകയാണ് സമയത്ത്. സ്തോത്രം. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിൻ്റെ 4 ദിവസം കഴിഞ്ഞു. ആ 4 ദിവസവും ഞാൻ ഛർദ്ദിക്കുകയും എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല, എൻ്റെ വയറ്റിൽ നിന്ന് പോകുന്ന സാധനം. അപ്പോഴത്തേക്ക് എൻ്റെ അളിയൻ കൂടെയുണ്ട്, എൻ്റെ ഭാര്യയുടെ ആങ്ങള. അദ്ദേഹം എന്നെ തോളത്തിങ്ങനെ കുട്ടിയെ ഇട്ടുകൊണ്ട് പോകുന്ന പോലെ കൊണ്ടുപോകും, ബാത്റൂമിൽ കൊണ്ടിരുത്തും. അവിടെ കൊണ്ടിരിക്കുമ്പോൾ ഞാൻ തളർന്ന് കിടക്കുകയാണ്. ഇരുന്നുകൊണ്ട് കാര്യം സാധിച്ചില്ല. കഴിഞ്ഞിട്ട് ഞാൻ പറയും എല്ലാം കഴിഞ്ഞു. അദ്ദേഹം തന്നെ എന്നെ കഴുകി പെറുക്കിയെടുത്ത് വൃത്തിയാക്കി, ഒരപ്പൻ കുഞ്ഞിനെ എങ്ങനെ കഴുകുമോ അതുപോലെ കഴുകി വൃത്തിയാക്കി ബെഡേ കൊണ്ട് കിടത്തും. എനിക്ക് പിന്നെയും പോകുന്ന തോന്നുമ്പോൾ അദ്ദേഹം പിന്നെയും കൊണ്ടുപോകും. പക്ഷെ ഞാൻ പോകുന്ന ഇവിടുന്ന് അവിടം വരെ ഒഴുകിക്കൊണ്ടിരിക്കുക. പിന്നെ ഗ്രേസ് അത് എൻ്റെ ഭാര്യയെ തൂത്ത് വൃത്തിയാക്കും. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. ഞാൻ തളർന്ന് കിടക്കുമ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ എൻ്റെ 4 ദിവസം കഴിഞ്ഞല്ലോ, 5ാം ദിവസം ഞാൻ അങ്ങനെ കിടക്കുമ്പോൾ മെയിൻ ഡോക്ടർ അന്ന് വരികയാണ്. അതായത് ഒരു സംഘമിത്ര എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ്, സ്ത്രീയാണ്, പ്രായമുള്ളവരാണ്, അവരാണ് മെഡിസിൻ വിഭാഗം മേധാവി. അവർ വരികയും അവരൊരു വേറൊരു പേഷ്യൻറ്റിനെ നോക്കുമ്പോൾ എന്നെ കാണുമ്പോൾ ആ ഡോക്ടർ അവിടെ നിന്നുകൊണ്ട് പറയുക, ഡോക്ടർ അയ്യോ ആ പേഷ്യൻറ്റ് മരിച്ചു പോകുമല്ലോ, പേഷ്യൻറ്റ് സീരിയസ് ആണല്ലോ. ഓടി വന്ന് എൻ്റെ അടുത്ത് വന്ന് നോക്കി, എൻ്റെ കൈ പൾസൊക്കെ പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞ് സീരിയസ് ആകട്ടോ, ഇനി ഒരു രക്ഷയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാനൊരു മരുന്ന് കൊടുക്കുക, ഒന്നുകിൽ ഇദ്ദേഹം ജീവിക്കും, ഇല്ലെങ്കിൽ മരിച്ചു പോകും, ഇല്ലെങ്കിൽ ആയുഷ്കാലം തളർന്ന് കിടക്കും, ഇത് ഏതെങ്കിലും ഒന്ന് സംഭവിക്കും, ചെയ്താളം പറഞ്ഞു. ചെയ്യാം. അങ്ങനെ ചെയ്തപ്പോൾ സ്തോത്രം, ഒരു സ്റ്റീറോയിഡ് എൻ്റെ ഇഞ്ചക്ഷനാണ് ചെയ്തത്.
അത് ഒരു ചെറിയൊരു ബോട്ടില, അത് ഗ്ലൂക്കോസ് തൂക്കിയിരുന്ന അത് ആ സ്റ്റാൻഡിലിട്ട് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡ് ഈ കൈ ഇങ്ങനെ ഞാനിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കൈ ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ ആ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. മനസ്സിൽ എനിക്ക് ശബ്ദിക്കാൻ പറ്റുന്നില്ല. ഒരു 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 നിമിഷം പോലും എഴുന്നേറ്റ് സ്വന്തമായിട്ടിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ തളർന്നു കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, സ്തോത്രം, ദേവദാസി കുഞ്ഞമ്മച്ചിയും ഭാര്യാപുരം യോനാച്ചാനും ഒക്കെ അന്ന് എന്നോട് ദൂത് പറഞ്ഞല്ലോ, ഞാൻ വെക്കാത്ത വീടും ഞാൻ വെട്ടാത്ത കിണറും ഞാൻ കെട്ടാത്ത മതിലും ഒക്കെ തരുമെന്ന്. സ്തോത്രം, ഞാനിപ്പോ മരിച്ചു പോകാൻ പോവുകയാണല്ലോ, നീ എന്നെ എടുക്കുമല്ലേ സ്വർഗത്തിലോട്ട്? സ്തോത്രം, അതൊന്നും എനിക്ക് തന്നില്ലല്ലോ, അവർ കള്ളം പറഞ്ഞതാ അല്ലേ? സാരമില്ല, ഞാനിതെല്ലാം സ്തോത്രം ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്നെ എടുക്കും, എൻ്റെ ശുശ്രൂഷ കഴിഞ്ഞല്ലോ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖമൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, ഒരിക്കൽ കൂടെ എന്നൊക്കെ പറഞ്ഞു. ആ തളർന്നു കിടക്കുന്ന അവസ്ഥയിൽ മനസ്സിലിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കരഞ്ഞു, പ്രാർത്ഥിച്ചു. സ്തോത്രം. അപ്പോൾ ആമേൻ, എൻ്റെ ഇഞ്ചക്ഷൻ കയറാൻ ആ ഡോക്ടറും കൂടെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. വാക്കും ഭാഷണവും കൂടാതെ ഒരു കരം എൻ്റെ ശിരസിൽ വന്നു. സ്തോത്രം. ഒന്നും പറയുന്നില്ല. ആരോ എൻ്റെ തലയിൽ കൈ വെച്ചേക്കുന്നതാണ് എനിക്ക് അനുഭവം അറിയുന്നുണ്ട്. ആമേൻ. ഈ മരുന്ന് തീർന്നു. അവർ നേഴ്സ് വന്ന് അത് ഓഫ് ചെയ്ത് നീളിലെടുത്തു. ഉടനെ ഈ കരവും എടുത്തു. ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ ദാസീദാസന്മാരെ, ദൈവജനമേ, എൻ്റെ സാക്ഷ്യം കേൾക്കുന്നവരെ, സഹോദരം, ഞാനൊരു 300 ദിവസം ആഹാരം കഴിച്ച ബലത്തോടാണ് ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റത്. എഴുന്നേൽക്കുക മാത്രമല്ല, ഞാൻ എഴുന്നേറ്റ് ആ ഹോളിലെല്ലാം ഓടുകയാ. എൻ്റെ അളിയനും കൂടെ വരികയാ. അപ്പൊ എനിക്ക് മെന്റലി എന്ത് പ്രയാസം ഉണ്ടായി, ഞാൻ അറിയുന്നവർ വന്നാലും ഞാൻ നീ ആരടാ എന്താടാ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പൊ അവര് വിചാരിച്ച് എന്തോ മെന്റൽ പ്രോബ്ലം ആയി കാണും. അങ്ങനെ ആയിരിക്കത്തില്ല, മരിച്ചു പോകുന്നതിന് മുമ്പുള്ള ആ ഓട്ടം ആയിരിക്കും എന്നെല്ലാം വിചാരിച്ചു. അപ്പൊ എനിക്ക് വിശന്നു. അന്നാണ് 3 മാസമായി. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസമാണ് കേട്ടോ. മാർച്ച് 3 മാസമാകുന്നു ഞാൻ ആഹാരം കഴിച്ചിട്ട്. ഒരു നേരത്തെ ആഹാരം എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല. ചെല്ലുന്നെല്ലാം ഛർദിക്കുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ അതിനോട് പറഞ്ഞു, അളിയാ എനിക്ക് വിശക്കുന്നു, ചോറ് കൊണ്ടുവന്നു. അവപ്പോൾ ചോറ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ ആ കട്ടിലിലോട്ട് ഇരുന്ന പൊതി അഴിച്ചു വെച്ചിട്ട് 2 കൈ കൊണ്ട് ആ വാരത്തിന് ആർത്തിയോടെ ഞാൻ വാരത്തിനു ഓർക്കണം. 3 മാസമായി ആഹാരം കഴിച്ചിട്ട്. ഞാൻ ഛർദിക്കുമെന്ന് കരുതി എൻ്റെ ഭാര്യ ബക്കറ്റുമായിട്ട് നിൽക്കുക. പക്ഷെ വാക്കും ഭാഷണവും കൂടാതെ ഒരു കരം വന്നു. അത് യേശുവിന്റെ കരമായിരുന്നു. ദൈവജനത്തെ വായിക്കുന്നുണ്ട്, ദൈവത്തെ തൊട്ടവരുണ്ട്, ദൈവം തൊട്ടവരുണ്ട്. എന്നെ കർത്താവ് തൊട്ടു. 1992 ശബ്ദത്തിലൂടെയും വ്യക്തിയിലൂടെയും വന്ന് സഹായിച്ച ദൈവം 2022 ആമേൻ തൊട്ടനുഗ്രഹിപ്പാനിടയായി. എനിക്കൊരു ജീവൻ തരുവാനിടയായി, ശക്തി തരുവാനിടയായി. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അമ്മയപ്പനും അറിഞ്ഞു ഞാൻ മരിച്ചു പോകും, കാര്യങ്ങളെല്ലാം അവർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ അടക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഭാര്യയും പിള്ളേരെയും സമയം ഇറക്കി വിടും. പാസ്റ്ററില്ലല്ലോ, അവർക്ക് പിന്നെ ഭാര്യയും പിള്ളേരെയും വേണ്ടല്ലോ, അവരെങ്ങോട്ട് പോകും. ഉടനെ അവര് അമ്മയപ്പൻ ചിന്തിച്ചു, അവർ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് മോക്ക് ഒരു വീടുണ്ടാവണമല്ലോ. സ്തോത്രം. അദ്ദേഹം സ്ഥലം പെട്ടെന്ന് മോടെ എൻ്റെ കൂടെ പേർക്കൊക്കെ എഴുതി, എന്നോട് പേരിരിക്കട്ടെന്ന് വെച്ചു. എഴുതി അവിടെ വീട് പണിയാൻ തക്കവണ്ണം ഇവിടെയായി. സ്തോത്രം. നല്ലൊരു വീട് പണിതു. വെട്ടാത്ത കിണർ നേരത്തെ വെട്ടിയിട്ടിരിക്കുകയായിരുന്നു. പറമ്പിൽ കിണറുണ്ടായിരുന്നു. ആമേ വീട് പണിത് മാത്രമല്ല, ചുറ്റിനും മതിലും കെട്ടിത്തന്നു. ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്നും ഞാൻ അന്ന് രാത്രിയിൽ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഡോക്ടറെ കാണാൻ ചെന്നു. ഡോക്ടർ വന്നില്ലായിരുന്നു, ഞാൻ മരിച്ചു പോകായിരുന്നു. എന്താ സംഭവിച്ചത് ഡോക്ടർ ഒന്ന് പറയുമോ, എനിക്ക് എന്തായിരുന്നു അവസ്ഥ എന്ന് പറയുമോ, കണ്ടുപിടിച്ചത് എന്താണ്, എന്താ മരുന്ന് കയറിയത്? അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ആ ഒരു പേഷ്യൻറ്റിനെ നോക്കിയിട്ട് തിരിഞ്ഞ് നോക്കി അങ്ങോട്ട് വരുമ്പോൾ എന്നെ ഒരു സ്ക്രീനിൽ എഴുതി കാണിക്കുന്നു. സ്തോത്രം. ആമേൻ. നിന്റെ രോഗവിവരനെ ഇങ്ങനെ എഴുതി കാണിച്ചു. സ്തോത്രം. ആമേൻ. കിഡ്നിയുടെ മുകളിലുള്ളതായ അഡ്രാനൽ ഗ്ലാൻഡ് എന്ന ഹോർമോൺ ഗ്രന്ഥിയുടെ ഒരെണ്ണത്തിന്റെ പ്രവർത്തനം 2% കുറഞ്ഞുപോയി. അതായിരുന്നു നിനക്ക് ആഹാരമൊന്നും അത് സ്വീകരിക്കാതിരുന്നത്. അതിന് വേണ്ട മരുന്ന് സ്റ്റിറോയിഡാണ്.
അപ്പം ഞാൻ ചോദിച്ചു, ഈ രോഗം എല്ലാവർക്കും വരുമോ? എല്ലാവർക്കും വരത്തില്ല, അപൂർവങ്ങളായിട്ടേ വരത്തുള്ളൂ. ഞാൻ പറഞ്ഞു, വന്നവരൊക്കെ രക്ഷപ്പെട്ടു പോയില്ല. വന്നവരാരും ഇതുവരെ ഇവിടുന്ന് എൻ്റെ അറിവിൽ, എൻ്റെ ചികിത്സയിൽ, എൻ്റെ അറിവിൽ രക്ഷപ്പെട്ടില്ല. അവർ മരിച്ച ഡെഡ് ബോഡി ആയിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ മാത്രം ജീവിച്ചല്ലോ. നിങ്ങളൊരു പക്ഷേ ഉപദേശിയായോണ്ടോ യേശുവിൻ്റെ ആളായതുകൊണ്ടോ ആയിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് വിടുതൽ കിട്ടിയല്ലോ. നിങ്ങൾ ഇത്രത്തോളം ശക്തിയോടെ ശുശ്രൂഷിക്കാനിടയായല്ലോ, വന്നിരിപ്പാനിടയായ എൻ്റെ അടുത്തും വന്നല്ലോ, സംസാരിച്ചല്ലോ, അത് മതി. സ്തോത്രം. ഇനി ഈ മരുന്ന് കണ്ടിന്യൂ കഴിക്കണം, ഞാൻ പറയുന്നത് വരെയും കഴിക്കണം, ഞാൻ പറയാൻ നിർത്തരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് അവർ രോഗം കണ്ടുപിടിക്കുക. അവർക്ക് രോഗം വെളിപ്പെടുത്തി കൊടുത്തത് എൻ്റെ കിഡ്നി എന്ന മുകളിലുള്ള ആറ്റന ഗ്ലാൻഡിൻ്റെ അതിൻ്റെ സൈഡിലുള്ളതായ 2 കൊമ്പ് പോലിരിക്കുന്ന സാധനമാണ് ഹോർമോൺ ഗ്രന്ഥികൾ. അതിലെ ഒരെണ്ണത്തിൻ്റെ പ്രവർത്തനം 2% കുറഞ്ഞു. 2% ഇച്ചിരൂടെ ഉള്ളു താഴാൻ. അവിടെ താഴാൻ ഞാൻ മരിച്ചു പോകും. എന്നാ ദൈവം അതിനെ അനുവദിച്ചില്ല. എൻ്റെ ശുശ്രൂഷ കഴിഞ്ഞിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖം കാണാൻ ദൈവം സഹായിക്കുന്നു. ആഗ്നത്തെ ദൂത് കിടക്കുന്നു. നീ വെക്കാത്ത വീടും, നീ വെട്ടാത്ത കിണറും, നീ കെട്ടാത്ത മതിൽ നിനക്ക് ദൈവം തരും. അനേക ഇടങ്ങളിൽ ശുശ്രൂഷയ്ക്ക് നീ കടന്നു പോകും. നിനക്ക് ഇനിയും വഴി കൊണ്ടുപോവാ യാത്രകളുണ്ട് എന്നൊക്കെ പറഞ്ഞ ദൂതുകളുണ്ട്. അത് നിറവേറിയിട്ടില്ലല്ലോ. ദൈവസന്നിധിയിൽ ആവശ്യങ്ങളെല്ലാം വെച്ച് പ്രാർത്ഥിച്ച് കിടന്നപ്പോഴാണ് വാക്കും ഭാഷണം കൂടാതെ കർത്താവിന്റെ കരം വന്നു. സ്തോത്ര. സൗഖ്യമായി. ഞാൻ അതിന്റെ 2 ദിവസം കൂടെ അവിടെ കിടന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി. സൗഖ്യമായല്ലോ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് പോയിക്കോ, ഇനി കുഴപ്പമില്ല, ആരോ കഴിച്ചോ. സ്തോത്രം. ഞാൻ പറഞ്ഞു, ഇറച്ചിയൊക്കെ കഴിക്കാമോ? പക്ഷി ഇറച്ചി കഴിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി തോക്കും എടുത്ത് കാട്ടിൽ പോണോ ഡോക്ടറെ? തമാശയാണ് കേട്ടോ. ഡോക്ടറോട് തമാശ ചോദിച്ചു. ഡോക്ടർ പറഞ്ഞ്, കാട്ടിലൊന്നും പോകണ്ട, തോക്ക് എടുക്കണ്ട, കോഴി ഒരു പക്ഷി ഇറച്ചിയാണ്, അത് ഇച്ചിരി കഴിക്കാം, ചുമന്നിറച്ചി കഴിക്കണ്ട. അതിന് ആഹാര ക്രമീകരണം വരെയും ഡോക്ടർ പറഞ്ഞു തന്നു, മരുന്നും തന്ന്. എൻ്റെ ഭാര്യയോട് മരുന്നിൻ്റെ എല്ലാ അളവും കൃത്യം കുറിച്ച് കൊടുത്ത് പറഞ്ഞിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞ് ഡിസ്ചാർജായി വീട്ടിൽ വന്നു. സ്തോത്രം. ഒത്തിരി പൈസ ചിലവായി കേട്ടോ, ഒരുപാട് പൈസ. കാരണം 3 മാസമായിട്ട് പല ഹോസ്പിറ്റലിലായി ഒരുപാട് പണം ചിലവാക്കേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് എൻ്റെ സുഖമില്ലാത്ത വാർത്ത ഫേസ്ബുക്കിലൊക്കെ വരുവാനിടയായി തീർന്നു. പന്തളം സെൻട്രൽ പേഴ്സൺ സെക്രട്ടറിയും ചേർന്ന് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുവാനിടയായി. അങ്ങനെ ദൈവമക്കളൊക്കെയും പ്രാർത്ഥിക്കുകയും അനേകര് 100 രൂപ മുതൽ അനേകരെ സഹായിക്കാനൊക്കെ ഇടയായി തീർന്നു. ആ സഹായധനം കൊണ്ടും ആ സാമ്പത്തിക നന്മ കൊണ്ടും ഒക്കെയാണ് ഞങ്ങൾക്ക് ദൈവം ഹോസ്പിറ്റലിൽ കിടക്കാനും അവിടുത്തെ ബില്ലടയ്ക്കാനും ഒക്കെ ഇടയായി തീർന്നത്. സ്തോത്രം. എന്നാൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ചർച്ച വരുന്നത് കാറിൽ വന്നിറങ്ങുമ്പോൾ എല്ലാവരും കാത്തിക്കുന്ന ആംബുലൻസ് വരുമെന്നായിരുന്നില്ല. പക്ഷേ ഞാൻ കാറിൽ വന്നിറങ്ങി, കർത്താവിനെ മഹത്വപ്പെടുത്തി. പിറ്റേ ആഴ്ച, ഞാനൊരു തിങ്കളാഴ്ച ചൊവ്വാഴ്ച അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വരുന്നത്, പാഴ്സനേജ് വരുന്നത്. പിറ്റേ ഞായറാഴ്ച ഞാൻ ആ സഭയിൽ, എൻ്റെ സഭയിൽ ഞാൻ ശുശ്രൂഷിച്ചു, ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്തു. സഭക്കാർക്കെല്ലാം അത്ഭുതമാണ്. നാട്ടുകാരും വീട്ടുകാരും എന്നെ വന്ന് കണ്ടവരെല്ലാം പറഞ്ഞു, അത്ഭുത മനുഷ്യനാണല്ലോ, അത്ഭുത മനുഷ്യനാണ്. വീണ്ടും ആ വിളി കേൾപ്പാൻ ഇടയായി തീർന്നു. നാട്ടുകാരാ വിളിക്കുന്നത് കേട്ടോ, ജാതികളാ വിളിക്കുന്നത്, വിശ്വാസികളല്ല, ജാതികളാ വിളിക്കുന്നത്. എന്നെ അത്ഭുത മനുഷ്യനായിട്ട് കാണുന്നത്. അങ്ങനെ ദൈവത്തിന്റെ മഹത്വം അവിടെ കണ്ട് സന്തോഷിപ്പാനിടയായി. പ്രിയരെ, ആ സഭാ ശുശ്രൂഷയിലെ ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീടിന്റെ കാര്യം അറിഞ്ഞത്. ഞാൻ വീട്ടിൽ വന്നു താമസിക്കുമ്പോൾ, വീട്ടിൽ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ് ഒരു ദിവസം ഇവിടെ താമസിച്ച് ആ കട്ടിലേക്ക് കിടക്കുമ്പോൾ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അടുക്കൽ വന്ന് പറയുവാനാണ്, എൻ്റെ ദാസന്മാര്, എൻ്റെ ദാസനായ യോനാച്ചാനും എൻ്റെ ദാസിയായ കുഞ്ഞമ്മച്ചിയും എന്നോട് പറഞ്ഞ ദൂത് കള്ളമായിരുന്നു. സ്തോത്രം. ഞാൻ അറിയാതെ കരഞ്ഞുപോയി. സ്തോത്രം. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന്റെ ദാസിദാസന്മാരെ, ദൈവം എനിക്ക് ആ വാഗ്ദത്തം നിറവേറി തന്നു. എന്നെ കേൾക്കുന്ന പ്രിയ കർത്താവിന്റെ ജനമേ, എന്നെ വിടുവിച്ച, എന്നെ സൗഖ്യമാക്കിയ, എന്നെ ശക്തീകരിച്ച ദൈവം എനിക്ക് വിടുതൽ തരുവാൻ ശക്തനാണ്. അവന്റെ സന്നദ്ധിയിൽ വിവരങ്ങൾ സമർപ്പിക്കാം.
കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ സാക്ഷ്യം ഇതുവരെയും കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ സാക്ഷ്യം അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാകട്ടെ. ഞാൻ ഇന്ന് സൗഖ്യത്തോടെ ആയിരിക്കുന്നു. ഇന്നും ദൈവിക ശുശ്രൂഷ, സഭാ ശുശ്രൂഷ ചെയ്യുന്നു. ദൈവത്തിൻ്റെ വിടുതൽ കണ്ട് അനുഭവിപ്പാനിടയായി. 2024 വീണ്ടും എനിക്ക് ഷുഗർ കൂടി 500 ഷുഗർ. അങ്ങനെ ഞാൻ അപ്പോഴത്തേക്ക് സ്ഥലം മാറി കല്ലുമല ദൈവസഭയിൽ വന്നു. അവിടെ ഇരുന്നപ്പോൾ എനിക്ക് ഷുഗർ കൂടിയിട്ട് അവിടെ നിൽക്കാനും ശുശ്രൂഷിക്കാനും പറ്റാത്ത സാഹചര്യം. അങ്ങനെ ഞാൻ കല്ലുമലയിൽ നിന്ന് വീട്ടിൽ വന്നു. സഭാ ശുശ്രൂഷ ഞാൻ ഒരു വർഷത്തേക്ക് മാറ്റിവെച്ചു, വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഞാൻ കുളനടയിലുള്ളതായ മെഡിക്കൽ ട്രസ്റ്റ് ഡയബറ്റിക് സെന്ററിൽ ഒരു മാസം, മെയ് മാസം 1-ാം തീയതി അഡ്മിറ്റായി. 22 ദിവസം അവിടെ കിടന്നു. കാലെല്ലാം പൊട്ടി വ്രണമായി, വല്ലാത്തൊരവസ്ഥയായി. ഷുഗർ കൂടി മരിച്ചു പോകുന്ന 2-ാമത്തെ ഒരവസ്ഥ വന്നു. അങ്ങനെയെങ്കിലും അവിടെയും എൻ്റെ യേശു കർത്താവിൻ്റെ സൗഖ്യം കണ്ടുവാനിടയായി തീർന്നു. അവിടെ ലക്ഷങ്ങളാണ് അവിടുത്തെ ബില്ല് വന്നത്. എങ്കിലും ദൈവം അതെല്ലാം അടയ്ക്കാനുള്ള വഴികളും ദൈവം തുറന്നു തന്നു. ദൈവത്തിൻ്റെ മഹാദയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഷുഗറെല്ലാം നോർമലായി. ഇപ്പോൾ എൻഡോക്രൈനോളജി വിഭാഗം ഡോക്ടറുടെ ചികിത്സയിലാണ്. എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ അവിടുത്തെ ചികിത്സയിലിരിക്കുന്നു. ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കഴിക്കുന്ന സ്റ്റീറോയിഡിൻ്റെ അളവ് അവർ കുറച്ച് തന്നു. അങ്ങനെ ആ മരുന്ന് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വണ്ണം വെക്കും, ഷുഗർ കൂടും, ഇതെല്ലാം ഉണ്ടാകുമെങ്കിലും ദൈവം വിടുതൽ തന്നവനായതുകൊണ്ട്, കരം വെച്ച് സൗഖ്യം തന്നവനായതുകൊണ്ട് യേശു കൂടെയുണ്ട്. ആ യേശുവിൻ്റെ സൗഖ്യദായക ശക്തി ഞാൻ അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കെട്ട ജീവിതങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ജോൺ മാത്യു എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഞാൻ എല്ലാ ദിവസവും പ്രഭാത ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, സഭാ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, പരസ്യവും ചെയ്യുന്നുണ്ട്. എല്ലാം ദൈവത്താൽ ചെയ്യുന്നു. ഇതുപോലെ മരണാവസ്ഥയിലും ദുഃഖാവസ്ഥയിലും വേദനയിലും ആരെങ്കിലും കിടക്കുന്നെങ്കിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, എൻ്റെ കർത്താവ്, ഞാൻ സേവിക്കുന്ന യേശു, എന്നെ കരം വെച്ച് അനുഗ്രഹിച്ച ദൈവം, എന്നോട് സംസാരിച്ച ദൈവം, എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന്, മാരുതിക്കാൽ ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി പ്രാതലൊരുക്കിയ കർത്താവ്, എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്ന കർത്താവ്, എന്നെ ബാംഗ്ലൂരിൽ എത്തിച്ച കർത്താവ്, എന്നെ കൂടെ എത്രത്തോളം നടത്തി ഈ ദിവസം വരെ സഹായിച്ച കർത്താവ്, നിങ്ങളെ ഓരോരുത്തരെയും സഹായിപ്പാൻ, നിങ്ങളുടെ രോഗക്കിടക്കുകളെ മാറ്റിവിരിക്കുവാൻ, നിങ്ങൾക്ക് വിടുതൽ തന്ന് ശക്തിപ്പെടുത്താൻ ഈ ദൈവം മതിയായവനാണ്. സ്തോത്രം. വിശ്വസിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ ജോസ് ടിവിക്ക് പ്രിയപ്പെട്ടവരായ കർത്താവിന്റെ ദാസനോടും ദാസിയോടും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ദൈവനാമത്തിൽ എൻ്റെ സാക്ഷ്യം ഇവിടെ ചുരുക്കുന്നു. സ്തോത്രം. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതാനുഭവം കേൾക്കുവാൻ ഇന്ന് പകലിൽ കർത്താവ് നമ്മെ സഹായിച്ചു. മരണത്തിൻ്റെ താഴ്വരയിൽ അതേ കടന്നുപോയി. ദേശവും തന്നെ സ്നേഹിക്കുന്ന എല്ലാവരും സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടുവെങ്കിലും ആ മരണത്തിൻ്റെ താഴ്വരയുടെ നടുവിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്ന സ്വർഗത്തിലെ ദൈവം, ഇന്നും ആ ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു. തൻ്റെ അടുത്തേക്ക് ആര് കടന്നു വന്നാലും സ്നേഹത്തോടെ അവരെ കരുതുന്ന ആ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ ഒരു അത്ഭുത സാക്ഷ്യം പ്രിയപ്പെട്ടുള്ള കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഈ സാക്ഷ്യം കേൾവിക്കാർക്ക് അനുഗ്രഹമായി തീരട്ടെ. കണ്ണുകളൊക്കെ ഒരു വാക്ക് പ്രാർത്ഥിക്കും. കർത്താവിന്റെ ദാസൻ ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ കർത്താവേ, സ്വർഗത്തിലെ നല്ല ദൈവമേ, മനോഹരമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. യേശുപ്പച്ച, അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ചും അങ്ങയുടെ വിടുതലിനെക്കുറിച്ചും അങ്ങയുടെ കൃപകളെക്കുറിച്ചും അങ്ങയുടെ കരുതലിനെക്കുറിച്ചും ഒക്കെ ഏഴയാടിന് അനുഭവിച്ചതായ അനുഭവങ്ങളെ ഈ സ്തോത്രം കർത്താവ് ചാനലിലൂടെ ഞാൻ അറിയിക്കുവാനിടയായി തീർന്നു. ഇന്ന് കേൾക്കുന്ന അനേക ജീവിതങ്ങളുണ്ട് യേശുപ്പച്ച. അവർക്ക് ഈ ദൂതും ഈ സാക്ഷ്യമൊക്കെ ഒരു ആശ്വാസമാകണമേ. അവരുടെ ജീവിതത്തിലും ആമേൻ യേശുവിൻ്റെ മഹത്വം അവരറിയട്ടെ കർത്താവേ. ആമേൻ. ഞാൻ യേശുവിനെ കണ്ടെത്തിയതുപോലെ അവരും കണ്ടെത്തട്ടെ. യേശുവിൻ്റെ സ്നേഹം എന്താണെന്ന്, യേശുവിൻ്റെ കരുതൽ എന്താണെന്ന് അവരും അറിയട്ടെ കർത്താവേ. അവരനുഭവിക്കുന്ന എല്ലാ വ്യതകളിൽ നിന്നും അവരെ വിടിവിച്ച് ഉദ്ധരിക്കണം, മഹത്വം പങ്കെടുക്കണം. കർത്താവിൻ്റെ ദാസനെയും ദാസിയെയും ഇതിനുവേണ്ടി ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനിടയാക്കി തീർത്തല്ലോ. അതിൻ്റെ പ്രവർത്തനങ്ങളെയും പ്രവർത്തന സംരംഭങ്ങളെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ച് ഉത്തരോത്തരം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.